ഓം ശ്രീ ഗണേശ ശരദാ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ ഭഗവതേ സായി ദേവായ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം. നമ്മുടെ ഭഗവത്ഗീത വിചാരത്തിന്റെ 107ാമത്തെ പാർട്ടിലൊക്കെ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് നമ്മൾ കടക്കുകയാണ്. ശ്രദ്ധാത്രയ വിഭാഗ യോഗം, അതിലെ 5ാമത്തെ ശ്ലോകമാണ്. 5ഉം 6ഉം അടുപ്പിച്ചാണ് അത് എഴുതിയിരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. അല്ലെങ്കിൽ മുമ്പത്തെ ശ്ലോകത്തിൽ എന്താണ് ഭഗവാൻ പറഞ്ഞത്? രജോ ഗുണവും തമോ ഗുണവും പ്രാധാന്യമായിട്ടുള്ള അവരുടെ ഈശ്വര സങ്കല്പങ്ങളും പൂജ രീതികളും എല്ലാം തന്നെ അവരുടെ ആസുര സമ്പത്തിലേക്ക് നയിക്കുന്നതാണ്. സത്വഗുണത്തിലെ ഈശ്വര സമ്പത്തിലേക്ക് നയിക്കുന്നതിന് പകരം ആ ആ തരത്തിലുള്ള പൂജാവിധികളൊക്കെ അവരെ വീണ്ടും താഴേക്ക് പിടിച്ചു വലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ആസുര സമ്പത്ത് വർദ്ധിക്കുവാനുള്ള ഇടയുണ്ട്. പൂജയൊക്കെയാണ് ചെയ്യുന്നത്, ആരാധനയാണ് ചെയ്യുന്നത്. പക്ഷെ അതുകൊണ്ട് അവർക്ക് ഗുണത്തെക്കാളേറെ ദോഷമാണ് ഉണ്ടാകുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ സങ്കല്പമെല്ലാം രജോ ഗുണവും തമോ ഗുണവും പ്രധാനമായിട്ടുള്ളതായതുകൊണ്ട്. അപ്പൊ ഭഗവാന് അവ സത്യദർശനത്തിന് ഉപകരിക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേ യേ തപോജനാഃ ദംഭഹങ്കാര സംയുക്താഃ കാമരാഗബലാന്വിതാഃ കർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമമചേതസഃ മാം ചൈവാന്ത ശരീരസ്ഥം താൻ വിദ്യാസുര നിശ്ചയാൻ. ഏ ജന, ആരൊക്കെയാണോ ദംഭ അഹങ്കാര സംയുക്ത, ദംഭത്തോടും അഹങ്കാരത്തോടും കൂടി, അഹംഭാവവും അഹങ്കാരവും അതോടുകൂടി വളർത്തുന്നവരായും, കാമരാഗ ബലാന്വിത, കാമവും രാഗവും അനുരാഗം മമത, കാമവും മമതയും അതുകൊണ്ട് അതുകൊണ്ട് പതി അതുകൊണ്ട് അതിലൊക്കെ കൊതിച്ചുകൊണ്ട് മമതാബദ്ധരായിട്ട് ബലം നടിക്കുന്നവരായും, ശരീരസ്ഥം ഭൂതഗ്രാമം, ഭൂതഗ്രാമം എന്ന് പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളുടെയും പഞ്ചേന്ദ്രിയ സംഘാതത്തെ, അതിന്റെ കൂട്ടായ്മയാണ് ഭൂതഗ്രാമം എന്ന് പറയുന്നത്. അപ്പൊ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളും അതിന്റെ ഗുണങ്ങളും അതിന്റെ പിന്നെ ഇതും കൊണ്ടാണല്ലോ. അപ്പൊ അതിനെയൊക്കെ തന്നെ, ദേഹത്തെ നിർത്താൻ സഹായിക്കുന്ന അതിനെയൊക്കെ അവർ വളരെ ആരാധിക്കുന്നു. അതിന്റെ കൂടെ അന്തഃശരീരസ്ഥമാം, ഞാന് ശരീരത്തിന്റെ അന്തർവാസിയായ അന്തർസ്ഥനായിട്ടിരിക്കുന്ന എന്നെ പലതരത്തിലുള്ള അചേതസ കർമ്മേന്ദ, ഹൃദയശൂന്യമായിട്ടുള്ള കഠിന തപസ്സുകൾ, കഠിനമായ ഉപവാസം എല്ലാം കൊണ്ട് എന്നെയാണ് അവര് ദ്രോഹിക്കുന്നത്. ആത്മാവ് തപിക്കും. നമ്മൾ പട്ടിണിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ, അതുകൊണ്ടാണ് ഷിർഡി സായിബാബ സമ്മതിക്കുകയില്ല ആരെയും പിന്നെ നിരാഹാരം ഇരുന്നുകൊണ്ട് ഒരു പൂജ ചെയ്യാനും അദ്ദേഹം സമ്മതിക്കില്ല. നിരാഹാരം വേണ്ട എന്നാണ് ഭഗവാൻ പറയുന്നത്. കാരണം നമ്മൾ നമ്മുടെ ആത്മാവിനെ പീഡിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആത്മാവാണല്ലോ ഈശ്വരൻ. ഇപ്പൊ ആത്മാവിനെ പീഡിപ്പിച്ചുകൊണ്ട് അചേതസ കർഷയന്ത, അവർക്ക് ഒരു ഹൃദയശൂന്യരായിട്ടാണ് അവര് എന്റെ സങ്കടം ഒന്നും അറിയാതെ ഉപവാസാദി കഠിന സാധനങ്ങൾ കൊണ്ട് നിശേഷം ക്ഷീണിപ്പിക്കുന്നവരും, ശാസ്ത്രവിഹിതം, ശാസ്ത്രവിധികൾ എത്ര അറിയാമെങ്കിൽ അതൊന്നും പരിഗണിക്കില്ല. അതിനൊക്കെ വിപരീതമായിട്ട് ഘോരതപം, സാധ്യമല്ലാത്ത തപസ്സാണ് അവർ ചെയ്യുന്നത്. സത്യ തപസ്സല്ല അവർ ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെ ആസുരഭാവത്തിൽ ഉറച്ച വിശ്വാസം വന്നവരാണെന്ന് വിശ്വസിച്ചോളൂ. നമുക്കിതിന് ഉദാഹരണം ധാരാളമായിട്ടറിയാം. നമ്മുടെ എല്ലാ രാക്ഷസന്മാരും, കംസനും രാവണനും എല്ലാം തന്നെ, എല്ലാവരും തന്നെ, കുംഭകർണനും ഒക്കെ തന്നെ ഒരുപാട് കഠിന തപസ്, ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ എല്ലാവരും ഭയങ്കരമായ കഠിന തപസ് ചെയ്തിട്ട് വരം വാങ്ങുകയാണ്. ആ കഠിന തപസ്സിന്റെ ഫലമായിട്ട് അവര് ശരീരത്തെ ഒരുപാട് കാലം ഹേമിച്ചുകൊണ്ട്, അതായത് ഈശ്വരനെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനെ തപിപ്പിച്ചുകൊണ്ടാണ് അവര്
തപസ് ചെയ്യുന്നത് ശാസ്ത്രവിധി പ്രകാരം അല്ല താനും. അതുകൊണ്ട് തന്നെ അവരുടെ കഠിന സാധനകൾ കൊണ്ട് എന്നെ ക്ഷീണിപ്പിക്കുന്നത് കൊണ്ട് അവരുടെ എല്ലാവരുടെയും അങ്ങനെയുള്ള തപസ്സെല്ലാം ആസുരികമാണ്, ആസുരഭാവത്തെ വളർത്തുന്നതാണ് എന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് അർജുനനോട് പറയുകയാണ്. താൻ വിദ്യാസുരാൻ നിശ്ചയാൻ. ഇവിടെ നിശ്ചയപദം ശ്രദ്ധ, നിശ്ചയം എന്ന് വെച്ചാൽ ശ്രദ്ധയാണ്, ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാണ്. രജസിനും തപസിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ശ്രദ്ധ ഈശ്വര വിശ്വാസം ഉൾക്കൊള്ളുന്നതാണെങ്കിൽ പോലും അസുരഭാവത്തിലുള്ളതാണ്. രജസിനും തമസിനും ഈശ്വര വിശ്വാസത്തോടു കൂടി തന്നെയാണ് അവർ ചെയ്യുന്നത്. പക്ഷെ അവരുടെ ആ ശ്രദ്ധ അല്ലെങ്കിൽ വിശ്വാസം അല്ലെങ്കിൽ നിശ്ചയം ഏത് പദമെടുത്താലും അതിന് ആസുരഭാവമാണ് ഉള്ളത്. എന്തുകൊണ്ടാണ്? അത് സത്വഗുണപ്രധാനമാക്കിക്കൊണ്ടുള്ള നിർദ്ദേശം. നമ്മൾ ഏത് കാര്യം ചെയ്യുന്നതിനും അതിനെ സത്വഗുണത്തിൽ നിർത്തണമെന്നാണ് ശാസ്ത്രവിധി. പക്ഷെ ഇവരാ ശാസ്ത്രവിധികൾ ഒന്നും പാലിക്കുന്നില്ല. ഈ ശാസ്ത്രവിധി അറിയാത്ത ഒരാള് ശ്രദ്ധ സാത്വികമായ കാര്യങ്ങളിലൂടെയാണ് പൂജകൾ ആരാധിക്കുന്നത്, അയാൾക്ക് ഫലം കിട്ടും. അയാൾക്ക് ശാസ്ത്രമൊന്നും അറിയില്ല, പക്ഷെ അയാളുടെ പൂജയില് വളരെ ശ്രദ്ധയുള്ള ആളാണ്. അതുകൊണ്ട് അപ്പൊ ഈ ശാസ്ത്രവിധി അറിഞ്ഞാലും അറിയാതെയാണെങ്കിലും നിസ്സാരമാക്കി തള്ളിയിട്ടാണെങ്കിലും രജസ്സിനും തമസിനും പ്രാധാന്യം നൽകിക്കൊണ്ട് യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്നത് നമ്മുടെ ആസുര സമ്പത്ത്, നമ്മുടെ ആസുരികമായ ഭാവങ്ങളും സ്വഭാവങ്ങളും വളർത്തി നമുക്ക് പതനമുണ്ടാക്കും. നമുക്ക് ഒരിക്കലും ഉയർച്ച ഉണ്ടാവില്ല. എവിടെയാണ് രജസ്സിനും തമസിനും പ്രാധാന്യം ലഭിക്കുക? ദംഭവും അഹങ്കാരവും ഉള്ളിടത്ത്. ഞാൻ കേമനാണെന്നുള്ള ഭാവമാണ് ദംഭം. അഹങ്കാരം എന്ന് പറഞ്ഞാൽ ഞാനാണ് സർവനും, ഞാനാണ് സർവം എന്ന് രണ്ടും. ഇത് രണ്ടും അസുരന്മാരുടെ സ്വഭാവം, ആസുര സ്വഭാവം. സത്യം കാണാൻ കൊതിക്കുന്നവർ ദമ്പവും അഹങ്കാരവും വെടിഞ്ഞ് താൻ ഈശ്വരന്റെ കയ്യിൽ ഒരു ഉപകരണമാണെന്ന ഭാവനയോടെ കർമ്മം ചെയ്യണം. ശാസ്ത്രവിധി അംഗീകരിച്ചാൽ ശാസ്ത്രം അറിഞ്ഞാലും ഇല്ലെങ്കിലും സത്വഗുണം വളരും. കാമം, രാഗം, ബലം ഇവയെ ചൊല്ലിയുള്ള യജനങ്ങൾ എന്ന് വെച്ചാൽ പൂജകൾ, ആരാധനകൾ സത്വഗുണവർദ്ധവിനെ തടയുന്നതാണ്. അതുകൊണ്ടാണ് നിഷ്കാമ കർമ്മത്തിന് ഭഗവാൻ ഗീതയിൽ ഇത്രയധികം പ്രാധാന്യം നൽകിയിരിക്കുന്നത്. ദമ്പാഹങ്കാരാദിയും കാമരാഗാദിയും ഉള്ളവർ ഭൗതിക ലാഭങ്ങൾക്കായി എത്ര ഘോരമായ തപസ് അനുഷ്ഠിച്ചാലും അവര് ദേഹത്തെയും ആത്മാവിനെയും അവരെ പീഡിപ്പിക്കുകയാണ്. അതുകൊണ്ട് ലോകാധിപത്യനും മറ്റുമായിട്ടാണ് അസുരന്മാർ ചെയ്യുന്ന ഘോര തപസ്സുകൾ നമ്മൾ അറിയുന്നുണ്ട്. ഇതിപ്പോ ഭഗവാൻ പറയുന്നത് ശാസ്ത്രവിധി ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും, ശാസ്ത്രവിധി അറിയാതെയാണെങ്കിലും സാത്വികമാണ് ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ഒരാള് പൂജ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് തീർച്ചയായും ഫലം ലഭിക്കും എന്നാണ് പറയണം. ഉദാഹരണത്തിന് ഒരു പ്രാവശ്യം ഒരു ഗുരു, വലിയ പണ്ഡിതനാണ് അദ്ദേഹം, ഗീതാ ശ്ലോകങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാവർക്കും. ലീലാ ശ്ലോകങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് കുറേ അധികം നേരമുണ്ട്. അപ്പൊ ഒരു കർഷകൻ വന്നിട്ട് അങ്ങ് അകത്ത് കയറുന്നില്ല, അങ്ങനെ ഡ്രസ്സൊക്കെ ചെളിയൊക്കെ ഉള്ളതുകൊണ്ട് അകത്ത് കയറാതെ അതിന്റെ പുറത്തൊരു മരത്തിന്റെ തണലിൽ ഇരുന്നു കൊണ്ട് ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇങ്ങനെ കേൾക്കുകയാണ്. സംസ്കൃതത്തിൽ പറയുന്നു, സംസ്കൃതത്തിൽ അർത്ഥം പറയുന്നു, അതിന്റെ അർത്ഥമൊക്കെ വിശദമായിട്ട് പറയുന്നു. ആൾക്കാരൊക്കെ വളരെ സന്തോഷത്തോടുകൂടി അത് കേൾക്കുന്നു. ആചാര്യനും വളരെ സന്തോഷം. ഇദ്ദേഹം അങ്ങനെ ഇരുന്ന് കേൾക്കുകയാണ്. കേട്ട് അവസാനം എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ആചാര്യൻ ദക്ഷിണയൊക്കെ എല്ലാവരും കൊടുക്കുമല്ലോ, ദക്ഷിണയൊക്കെ എടുത്തുകൊണ്ട് തന്റെ ഭാണ്ഡവും എടുത്ത് പുറത്തേക്ക് വന്നു നോക്കിയപ്പം ഒരു കർഷകൻ മാത്രം ആ മരത്തിന്റെ ചുവട്ടിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. കണ്ണീർ കൂടെ ഇങ്ങനെ, കണ്ണീരിലും ബാഷ്പം ഇങ്ങനെ ഒഴുകുന്നു. അപ്പൊ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. അപ്പൊ എൻ്റെ പ്രഭാഷണം ഇത്രയ്ക്കധികം ഒരാളുടെ വികാരത്തെ സ്പർശിച്ചുവോ, ഇത്രയധികം നല്ലതായിരുന്നു എൻ്റെ പ്രഭാഷണം, കാരണം ഇത്രയ്ക്ക് ആനന്ദ കണ്ണീരോ എന്തായാലും കണ്ണീരൊഴുക്കാൻ മാതിരിയുള്ള പ്രഭാഷണമാണോ അപ്പം ഞാൻ നൽകിയത് എന്നൊക്കെ പറഞ്ഞ് വളരെ രൂറ്റം കൊള്ളും ഈ ഗുരുനാഥൻ, ഈ പണ്ഡിതൻ. ഗുരുനാഥൻ ഊറ്റം കൊണ്ടിട്ട് അദ്ദേഹത്തിനോട് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, നിങ്ങൾ എത്ര ഭക്തിയുള്ള ആളാണ്, എന്ത് നന്നായിട്ട് അത്രയധികം ഇഷ്ടപ്പെട്ടോ എൻ്റെ പ്രഭാഷണമൊക്കെ, അത്രയധികം ഇഷ്ടപ്പെട്ടു, അത്രയധികം മനസ്സിലായോ, ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞൊക്കെ ഞാൻ പറയുന്നത് വളരെ ഇഷ്ടപ്പെട്ടു അല്ലേ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു, അങ്ങനെ എന്താണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവില്ല, എനിക്ക് സംസ്കൃതം മനസ്സിലാവില്ല, എനിക്ക് നല്ല മലയാളം, നല്ല ഭാഷ പോലും മനസ്സിലാവില്ല, ഞാൻ അൺപടാണ്, ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ ഇരുന്ന് കരയുന്നതെല്ലാം മനസ്സിലായ മാതിരി കരയുന്നതോ? അത് പക്ഷെ അങ്ങ് പിന്നെ രണഭൂമിയില്
തേർത്തട്ടിൽ നിന്നിട്ട് വളരെ നന്നായിട്ട് അങ്ങ് അത് വർണ്ണിച്ചു. അതെനിക്ക് മനസ്സിലായി. തേർത്തട്ടിൽ നിന്നിട്ട് അർജുനൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പം ഭഗവാൻ കൃഷ്ണൻ സുന്ദരമായ ഒരു ചിരിയോടുകൂടി, ഹസിത മുഖത്തോടുകൂടി, നല്ല മന്ദഹാസമുള്ള മുഖത്തോടുകൂടി തിരിഞ്ഞു നിന്നുകൊണ്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് അർജുനന് എത്ര നേരമാണ് ഉപദേശങ്ങൾ കൊള്ളുന്നത്. ആ അർജുനനാണെങ്കിൽ തല പോലും ഉയർത്തുന്നതുമില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോ, ഭഗവാനെ, എന്റെ ഭഗവാന്റെ കഴുത്ത് എന്തുമാത്രം വേദന എടുത്തിട്ടുണ്ടാവും. എത്ര നേരം ഇങ്ങനെ ഒരാളെ ഒരു മുൻവശത്ത് നിന്ന് തിരിഞ്ഞിങ്ങനെ നോക്കി കഴുത്ത് തിരിച്ചുകൊണ്ട് എത്ര നേരം എന്റെ ഭഗവാൻ നിന്നു. ആ രംഗം ഓർത്തപ്പോ എന്റെ ചങ്ക് പൊടിഞ്ഞു പോയി. അതിലാണ് ഞാൻ കരയുന്നതെന്ന് പറഞ്ഞു. അപ്പോഴാണ് ആ പണ്ഡിതന്റെ കണ്ണു തുറന്നത്. അങ്ങേര് പറയുന്നതൊക്കെ വെറുതെ ഇങ്ങനെ ഞാൻ പറയണ പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയാണ്. പക്ഷേ അത് വിഭാവനം ചെയ്യാനോ ഭഗവാനെയും അർജുനനെയും ആ യുദ്ധരംഗത്തിൽ നിൽക്കുന്നതായിട്ട് ഭാവന ചെയ്യാനോ കാണുവാനോ സങ്കല്പിക്കാനോ ഒന്നും അങ്ങേര് മെനക്കെട്ടിട്ടില്ല. അങ്ങേര് പുസ്തകത്തിലുള്ളതൊക്കെ അങ്ങനെ തന്നെ നന്നായിട്ട് വായിച്ചു പഠിച്ചിട്ടുണ്ട്. അങ്ങേർക്ക് നല്ല വിൽപ്പത്തിയുണ്ട്, സംസ്കൃതത്തിലും ഭാഷയിലും നല്ല ഭംഗിയായിട്ട് പറയാനും അറിയാം. അതൊക്കെ അങ്ങനെ പറഞ്ഞു കൊടുക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ ആ ഫീലിംഗ് ഉണ്ടല്ലോ, ആ ആ ഒരു നമ്മുടെ ഭാവം നമുക്കത് തോന്നണം. ഞാൻ ആ സ്ഥലത്തിരിക്കുകയാണെങ്കിൽ എന്റെ ഭഗവാന്റെ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും. അത് ഓർത്തിട്ടാണ് ഞാൻ കരുതെന്ന് പറയണമെങ്കിൽ ഇദ്ദേഹം എത്ര ശ്രേഷ്ഠമായ സാത്വിക ഭാവമുള്ള ആളാണ്. അങ്ങേർക്കൊന്നും അറിയില്ല, ശാസ്ത്രം അറിയില്ല, സംസ്കൃതം അറിയില്ല, ഒന്നും ഭാഷ പോലും അറിയില്ല. പക്ഷെ അങ്ങയുടെ ഭാവം എത്ര സംശുദ്ധമായ ശ്രദ്ധ, എത്ര സംശുദ്ധമായ വിശ്വാസം, എത്ര ഭഗവാനോട് എത്ര സ്നേഹം, അതിനാണ് വാസ്തവത്തിൽ വിലയുള്ളതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ട് അദ്ദേഹം ആ ആ കർഷകന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പറഞ്ഞത്. ശാസ്ത്രവിധിയൊന്നും അറിഞ്ഞൂടെങ്കിലും സാരമില്ല. നമ്മൾ വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട്, ഭഗവാനെ നമ്മുടെ സമീപത്ത് കണ്ടുകൊണ്ട്, ആ ഒരു ഭാവനയോടുകൂടി ഭഗവാനോട് സ്നേഹിക്കുകയാണെങ്കിൽ, ഭഗവാനോടുള്ള പ്രേമമാണല്ലോ ഭക്തി, ആ പ്രേമം പ്രദർശിപ്പിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും സാത്വിക ഭാവം ആയിരിക്കും. പക്ഷേ അതല്ലാതെ നിങ്ങൾ എത്ര വലിയ ഘോര തപസ് നിങ്ങളുടെ ശരീരത്തെ ഇന്ദ്രിയങ്ങളെ ഒക്കെ കഷ്ടപ്പെടുത്തിക്കൊണ്ടും എല്ലാം ചെയ്യുകയാണെങ്കിലും അതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. മാത്രമല്ല നിങ്ങൾ അധപ്പതിക്കുകയും ചെയ്യും, നിങ്ങൾ താഴേക്ക് വഴുതി വീഴുകയാണ് ചെയ്യുന്നതെന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം ഭഗവാൻ പിന്നെ ഇത് ശ്രദ്ധാത്രയ വിഭാഗം എന്നാണ്. ശ്രദ്ധ എന്ന് വെച്ചാൽ വിശ്വാസത്തിന്റെ 3 ഭാഗങ്ങൾ, സത്വ രജസ് തമസ്. എല്ലാ ഭാഗത്തിലും ഭഗവാൻ അത് വിഭജിച്ച് കാണിച്ചു തരാണ്. അടുത്തത് ഈ ശ്രദ്ധ തന്നെ, അതായത് വിശ്വാസം തന്നെ നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും അതിന് കൈയുണ്ട്. എല്ലാ കർമ്മങ്ങളിലും അത് നേടിക്കും. നമ്മുടെ ശ്രദ്ധ ഏതിലാണോ, നമ്മൾ സാത്വികമാണോ രാജസികമാണോ, അല്ലെങ്കിൽ നമ്മുടെ വാക്ക്, നമ്മുടെ ചിന്ത, നമ്മുടെ പ്രവൃത്തി, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഈ ഗുണങ്ങളുടെ പ്രഭാവം ഉണ്ടാവും. അപ്പൊ നമ്മുടെ ജീവിത കർമ്മങ്ങളെയൊക്കെ അത് സാമാന്യമായിട്ട് ബാധിക്കും. അതിനെ വേർതിരിച്ച് കാണിക്കാനാണ് ഭഗവാൻ അടുത്ത പദ്ധതി ചെയ്യാൻ പോണത്. എല്ലാത്തിലും ചെറിയ നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ വസ്തുതകളിലും, എല്ലാ കർമ്മങ്ങളിലും, എല്ലാ ക്രിയകളിലും എങ്ങനെയാണ് ഈ ശ്രദ്ധ 3 തരത്തിൽ വരുന്നതെന്ന് ഭഗവാൻ കാണിച്ചു തരികയാണ്. പറയാണ്, ആഹാരസ്തവി സർവസ്യ ത്രിവിധാ ഭവതി പ്രിയഃ യജ്ഞസ്തപസ്തഥാദാനം തേഷാം ഭേദമിദം ശൃണു. അല്ലേ അർജുന, നീ കേൾക്ക്. സർവസ്യ എല്ലാവരുടെയും പ്രിയ ആഹാരം തു അഭി, പ്രിയപ്പെട്ട ആഹാരത്തെ തന്നെയും ത്രിവിധ ഭവതി, ശ്രദ്ധയുടെ വ്യത്യാസമനുസരിച്ച് 3 വിധമായിട്ട് പറയാം. തഥാ അതുപോലെ യജ്ഞ യാഗാദി കർമ്മവും സ്വധർമ്മം അനുഷ്ഠിക്കുന്നത്, നമ്മുടെ സാധാരണ ദിവസത്തിലുള്ള നമ്മുടെ ദൈനംദിന പ്രക്രിയകൾ പോലും, സ്വധർമാചരണം പോലും, തപസ്, ദാനം, ഇതിനെല്ലാം തന്നെ 3 തരത്തിലുണ്ട്. 3 തരത്തിലായിട്ട് നമുക്ക് വിഭജിക്കാൻ സാധിക്കും. എല്ലാവരുടെയും പ്രിയപ്പെട്ട ആഹാരം തന്നെയും ശ്രദ്ധയുടെ വ്യത്യാസം അനുസരിച്ച് 3 ഭാഗമായിട്ട് 3 തരത്തിലാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ യാഗാദി കർമ്മവും സ്വധർമ്മ പരിപാലനവും സിദ്ധികൾക്കായിട്ടുള്ള തപസ്സും ദാനവും ഏത് കർമ്മവും എല്ലാത്തിനും ഈ 3 വിഭാഗത്തിന്റെ സ്വാധീനം ഉണ്ടാകും എന്നാണ് ഭഗവാൻ പറയുന്നത്. അതെങ്ങനെ? തേഷാം ഭേദമിദം ശൃണു, കേൾക്ക്. എങ്ങനെയാണ് വ്യത്യാസം എന്ന് കേൾക്കുക എന്ന് പറയണം. പുരുഷൻ ശ്രദ്ധാമയനാണ്,
എന്ന് പറഞ്ഞാൽ ജീവാത്മാവിന്റെ ഇഹലോക ജീവിതം ഇന്നും നാളെയും എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഒരേ ഒരു ഘടകം ശ്രദ്ധയാണ്. ശ്രദ്ധ എന്ന് വെച്ചാൽ വിശ്വാസം. അതുകൊണ്ടാണ് പിന്നെ ഷിർഡി സായിബാബ അതിന് ഇത്ര പ്രാധാന്യം നൽകുന്നത്. ശ്രദ്ധ സബൂരി, 2 പൈ. എനിക്ക് ദക്ഷിണ തരേണ്ടത് എന്താണ്? നിങ്ങളുടെ ശ്രദ്ധയും സബൂരിയും, നിങ്ങളുടെ വിശ്വാസവും, നിങ്ങളുടെ കാത്തിരിപ്പ്, നിങ്ങളുടെ ക്ഷമയും. അപ്പൊ ജീവൻ ചെയ്യുന്ന കർമ്മങ്ങളും അനുഭവിക്കുന്ന ഫലങ്ങളും ശ്രദ്ധയെ ആസ്പദമാക്കി മാത്രമാണ് രൂപം കൊള്ളുന്നത്. ജീവന്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ് ഭക്ഷണം. അതിൽ പോലും ശ്രദ്ധയുടെ സ്വാധീനം കാണപ്പെടുന്നു. യജ്ഞം, തപസ്, ദാനം എന്നീ 3 പദങ്ങൾ കൊണ്ട് ഭഗവാൻ ജീവിതത്തിലുള്ള എല്ലാ പ്രവൃത്തികളെയും ഉൾക്കൊള്ളിക്കുകയാണ്. യജ്ഞം, തപസ്, ദാനം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ തരത്തിലും എങ്ങനെയാണ് പിന്നെ വീണ്ടും വിവരിക്കാൻ തുടങ്ങുന്ന ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നതാണിത്. 3 തരത്തിലുണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന യജ്ഞം, ദാനം, തപസ്, ഭക്ഷണം എല്ലാത്തിലും 3 വിധം ഉണ്ടാവും എന്ന് പറയാണ്. കർമ്മക ചലനങ്ങളിലെ വകഭേദങ്ങൾ ഊഹിക്കാവുന്നതാണ്. അപ്പോ ഓരോരുത്തർക്കും ആദ്യം അവനവന്റെ ഗുണമണ്ഡലം ഊഹിച്ച് അറിയുവാൻ പറ്റും. അതിനനുസരിച്ച് ശ്രദ്ധയെ സത്യോന്മുഖമായി തിരിച്ചുവിടാനും പറ്റും. നമുക്ക് ഓരോരുത്തർക്കും അത്രയ്ക്ക് ബുദ്ധി ഉണ്ടല്ലോ. നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ചെയ്യുന്ന സത്വഗുണമാണോ, രജോ ഗുണമാണോ, തമോ ഗുണത്തിൽ പെടുന്നതാണോ എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് അതിനെ സത്വഗുണ പ്രധാനമാക്കുകയാണെങ്കിൽ നമ്മൾ സത്യദർശനത്തിന്റെ നേരെയാണ് നടക്കുന്നത്. അതാണ് ഭഗവാൻ പറഞ്ഞത്. സത്യദർശനത്തിലേക്കാണ് നമ്മൾ അഭിമുഖമായിട്ടാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്കറിയാം സത്യമേത്, രജസ്സേത്, തമസ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ നമ്മുടെ ശ്രദ്ധയെല്ലാം, നമ്മുടെ വിശ്വാസമെല്ലാം സത്വഗുണ പ്രധാനമായിരിക്കണം. അങ്ങനെ പഠിക്കുന്ന ഒരാൾക്ക് ലോകവും വ്യവഹാരവും അത് തന്നെ, അയാളുടെ ജീവിതം തന്നെ സത്യാന്വേഷണമായി മാറും. അങ്ങനെ സത്വഗുണ പ്രധാനനായിട്ട് ജീവിക്കുന്ന, എല്ലാത്തിലും സത്വഗുണത്തിന് പ്രാധാന്യം നൽകുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതം തന്നെ സത്യാന്വേഷണം, അതായത് ഈശ്വരാന്വേഷണമായിട്ട് മാറും എന്നാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ ഭഗവാൻ പറയാണ് ശ്രദ്ധയെ ആസ്പദമാക്കി ആഹാരം എങ്ങനെയാണ് വേർതിരിക്കുക. ഓരോന്നിനെ എടുത്തെടുത്ത് പറയാം. ചുരുക്കത്തിൽ പറഞ്ഞു ശ്രദ്ധ, ദാനം, തപസ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇനി ഓരോന്നിനെയും വിസ്തരിച്ച് പറഞ്ഞുതരാൻ പോവാണ് ഭഗവാൻ. ആഹാരം എങ്ങനെയാണ് വേർതിരിയുന്നത്? സാത്വികന്മാരുടെ ആഹാരം എങ്ങനെ, രജസ് എങ്ങനെ, തമസ് എങ്ങനെ എന്ന് പറയാൻ പോവാണ്. ആയുസ്ത ബലാരോഗ്യ സുഖപ്രീതി വിവർധന രസ്യ സ്നിഗ്ധാ സിരാ ഹൃദ്യ ആഹാര സാത്വിക പ്രിയ. സാത്വികമായിട്ടുള്ളവര് ആയുസ്, പിന്നെ ബലം, ആരോഗ്യം, സുഖം, പ്രീതി ഇതൊക്കെ വർദ്ധിക്കുന്ന തരത്തിലുള്ള ഉത്സാഹം, മനോബലം, ദേഹബലം, ചിത്തസുഖം ഇവയൊക്കെ വളർത്തുന്നതിന് ആവശ്യമായ ഭക്ഷണം അതെന്താണ്? രസ്യ, നല്ല രുചികരമായ ഭക്ഷണമായിരിക്കും. അത് സ്നിഗ്ധ, ആ ഭക്ഷണങ്ങള് മൃദുവായിരിക്കും, നല്ല മൃദുലമായ ഭക്ഷണമായിരിക്കും. സ്ഥിര, അധികം കേടുവരാതെ ഭക്ഷണം പാകം ചെയ്ത് ഒരു 3-4 മണിക്കൂറിനകം കഴിക്കണം എന്നാണ് പറയുന്നത്. അതിൽ കൂടുതൽ വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്, പക്ഷെ പ്രയോജനമൊന്നുമില്ല, അതിലെ ഫലമൊക്കെ പോയി കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ കേടുവരാതെ ഇരിക്കുന്നതും ഹൃദയത്തിന് ഇണങ്ങുന്നത്. നമുക്ക് ഭക്ഷണം കണ്ടാൽ തന്നെ നമ്മുടെ ഹൃദയം സന്തോഷപ്പെടും, എത്ര നല്ല ഭക്ഷണം എന്ന്. അതുപോലെ ഹൃദയത്തിന് ഇഷ്ടപ്പെടുന്നതുമായ സാത്വിക ഭക്ഷണമാണ്. അതിനെയാണ് സാത്വികപ്രിയമായ ഭക്ഷണം, സാത്വിക ഭക്ഷണം എന്ന് പറയുന്നത്. സാത്വിക ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഗുണം എന്താണ്? ആയുസ്, ഉത്സാഹം, മനോബലം, ദേഹബലം, ചിത്തസുഖം, ഇന്ദ്രിയ തൃപ്തി ഇതൊക്കെ നമുക്കുണ്ടാവും. അത് രുചികരങ്ങളും മൃദുവും അധിക സമയം കേടുവരാതെ നിലനിൽക്കുന്നവയും ഹൃദയത്തിനിണങ്ങുന്നതുമായ ഭക്ഷണത്തിനാണ് സാത്വിക ഭക്ഷണം എന്ന് പറയുന്നത്. സാത്വിക പ്രിയ, കഴിക്കുന്ന ആഹാര സാധനവും ക്രമവും നോക്കി തന്നെ ഒരാളുടെ ശ്രദ്ധ, അയാളുടെ ഗുണഘടന, അയാൾ സാത്വികനാണോ രാജസികനാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സത്വഗുണപ്രധാനമായ അന്ധക്കരണം സത്യോന്മുഖമായ മുന്നേറ്റത്തെ കൊതിക്കുന്ന ഒന്നാണ്. അന്ധക്കരണ ശുദ്ധിയും ദേഹബലവും സാത്വികന് ഒരുപോലെ പ്രധാനമാണ്. ആയുസ് ദീർഘിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാവാം, പക്ഷേ അവ ഉത്സാഹത്തെ നശിപ്പിച്ചു എന്ന് വരാം. അല്പസമയം ഉത്സാഹത്തെ വർദ്ധിപ്പിക്കുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ അത് കഴിഞ്ഞാൽ മനോബലത്തെ അത്യധികം നിർവീര്യമാക്കും. അതുപോലെ തന്നെ ദേഹത്തെ പുഷ്ടിപ്പെടുത്തുന്ന ചിലവ മനസ്സിനെ അത്യന്തം ചഞ്ചലമാക്കി നശിപ്പിക്കും. അതുകൊണ്ട് ഭക്ഷണം കഴിഞ്ഞാൽ മനസ്സിനെ മ്ലാനമാക്കുന്ന ഭക്ഷണങ്ങളും ഉണ്ട്. ചിത്തപ്രസാദത്തെ നശിപ്പിക്കുന്നവയായിരിക്കും. പല ഗുണങ്ങളുള്ള ചില ആഹാര പദാർത്ഥങ്ങൾ അരുചികരങ്ങളായിരിക്കും.
മനസ്സിലായില്ലേ? അതുപോലെ തന്നെ സത്വഗുണ പ്രധാനിയ ആൾ സ്വാഭാവികമായിട്ടും മേൽപ്പറഞ്ഞ എല്ലാ ഗുണങ്ങളും തിരിഞ്ഞ ആഹാരങ്ങളെ ഇഷ്ടപ്പെടുന്നതായിരിക്കും. അതായത് മേൽപ്പറഞ്ഞെന്ന് വെച്ചാല് ആയുസ്, ഉത്സാഹം, മനോബലം, ദേഹബലം, ചിത്തസുഖം, ഇന്ദ്രിയ തൃപ്തിയൊക്കെ നൽകുന്ന തരത്തിലുള്ള ആഹാരം ആയിരിക്കും ഇഷ്ടപ്പെടുക. അതെന്താണ്? മിക്കവാറും അദ്ദേഹത്തിന്റെ ആഹാര സാധനങ്ങള് രുചികരമായ കിഴങ്ങു വർഗ്ഗങ്ങൾ, കായ്കനികൾ, സസ്യവർഗ്ഗങ്ങൾ, പാല്, നെയ്യ്, തൈര് എന്നിവയൊക്കെ ആയിരിക്കും പ്രായേണ സാത്വികന്മാർ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം. അതായത് നമ്മുടെ കണ്ണിനും നമ്മുടെ നാവിനും നമ്മുടെ മൂക്കിനും നമ്മുടെ കൈകൾക്കും ഒരു സന്തോഷം തോന്നണം. ഒരു ഭക്ഷണം കണ്ടാൽ തന്നെ നമ്മുടെ കണ്ണിന് കുളിർമ തോന്നണം. നല്ല തൈരും പാലും ഒക്കെ ഇങ്ങനെ നിറച്ച് വെച്ച്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒക്കെ നിറച്ച് വെച്ചിങ്ങനെ കണ്ടാൽ നമുക്ക് എന്ത് സന്തോഷം തോന്നും. അതുപോലെ നമുക്കത് മണത്ത് നോക്കാൻ വല്ല പ്രശ്നമുണ്ടോ? നമുക്ക് അതിൽ സുഗന്ധമേ ഉള്ളൂ, ദുർഗന്ധമില്ല. അതുപോലെ തന്നെ നമുക്ക് തൊടാൻ അറപ്പില്ല. നല്ല സന്തോഷത്തോടു കൂടി നമ്മൾ അടുത്ത് ചേർത്ത് വെക്കാനും നമുക്ക് പറ്റും, ഇല്ലേ? ഇങ്ങനെയുള്ള ഭക്ഷണത്തിനാണ് സാത്വിക ഭക്ഷണം എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും പ്രീതികരമായ ഭക്ഷണം, അറപ്പും വെറുപ്പും തോന്നാത്ത, ഒരു ജുഗുപ്സ തോന്നാത്ത, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉത്തേജനം തോന്നാത്ത അങ്ങനെയുള്ള ഭക്ഷണത്തിനാണ്. നമുക്ക് പുളി കണ്ടാലോ, ഒരു പുളിയോ പുളിഞ്ചക്കയൊക്കെ കണ്ട ഉടനെ തന്നെ നാവില് വെള്ളം വരും. എന്തുകൊണ്ടാണ്? ആ രജസ്, അതിലെ രജസ് നമ്മളുടെ ദഹനെ, നമ്മളെ രസന എന്ന് വെച്ചാൽ എന്താണ്? നാവിന് രസന എന്നുള്ള പേര് വരാൻ കാര്യം എന്താണ്? രസങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. രസങ്ങൾ ആസ്വദിക്കാൻ രസനയ്ക്ക് മാത്രമേ പറ്റൂ. നമ്മുടെ ശരീരത്തില് നമുക്ക് സ്വാദറിയാൻ രസന എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എന്റെ രസന എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെ സാത്വിക പ്രധാനമുള്ളവരുടെ ഭക്ഷണം കണ്ണിനും കാതിനും എല്ലാ ഇന്ദ്രിയങ്ങൾക്കും നല്ല ശാന്തതയും ഇഷ്ടവും തോന്നുന്നതായിരിക്കും. സുഖവും ശീതളവും, നല്ല എന്താ പറയാ, സൗമ്യവും, അതുപോലെ മൃദുവും, അതുപോലെ കണ്ടാൽ നല്ല ഇഷ്ടപ്പെടുന്ന ഭക്ഷണമായിരിക്കും സാത്വിക ഭക്ഷണം. രജസിന്റെയോ? കടംള, ലാവണ്യ, അത്യുഷ്ണ, തീക്ഷ്ണ, രൂക്ഷ, വിദാഹിന ആഹാര രാജശ്രേഷ്ഠ ദുഃഖശോകാമയപ്രദ. കട, അമ്ല, ലവണ, അത്യുഷ്ണ, തീക്ഷ്ണ, രൂക്ഷ, വിദാഹിന. ഒറ്റ പദത്തിൽ എഴുതിയിരിക്കുകയാണ്. അതിയായ കവർപ്പ് രസം, പുളിരസം, ഉപ്പ് രസം ഇവയുള്ളതും ചൂടുണ്ടാക്കുന്നതും. കഴിക്കുമ്പോൾ നമുക്ക് എരിവ്, ചൂടെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഹൂ 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 നമ്മളിങ്ങനെ നാവ് കൊണ്ട് പറയാറില്ലേ? അത്രയ്ക്ക് അതില് മസാലയൊക്കെ കൂടിപ്പോയ എരിവ് കൊണ്ട് നമ്മുടെ നാവൊക്കെ ചുമക്കും. കാഠിന്യമുള്ളതും ദേഹത്തെ ചുട്ടരിക്കുന്നതും ദുഃഖശോകമയപ്രദമായ ശരീരസുഖം, മനോസുഖം, മനോദുഃഖം, മനസ്സിനും ദേഹത്തിനും പലതരം രോഗങ്ങൾ എന്നിവയെല്ലാം ജനിപ്പിക്കുന്നതുമായ ആഹാരമാണ് രജഗുണമുള്ള ആഹാരങ്ങൾ. അങ്ങനെയുള്ളതാണ് രജസ് ഗുണഘടനയിൽ കൂടി നിൽക്കുന്നവർക്ക് ഇഷ്ടപ്പെടുക. നമ്മുടെ ഇന്നത്തെ ലോകത്തില് കൂടുതൽ പേരും രജസ്സിലാണ് നിൽക്കുന്നത്. കൂടുതൽ പേരും ഭക്തന്മാര് പോലും രജോ ഭക്ഷണമാണ് അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതിയായ കവർപ്പ് രസം, പുളിരസം, ഉപ്പ് രസം ഇവയുള്ളതും ചൂടുണ്ടാക്കുന്നതും എരിവ് കൂടിയതും കാഠിന്യമുള്ളതും ദേഹത്തെ ചുട്ടെരിക്കുന്നതും ശരീരദുഃഖം, മനോദുഃഖം, മനസ്സിനും ദേഹത്തിനും പലതരം രോഗങ്ങൾ എന്നിവയൊക്കെ ജനിപ്പിക്കുന്ന ആഹാരമാണ് രാജസപ്രധാനമായ ആഹാരം. എന്തൊക്കെയാണെന്ന് നോക്കാം. ആഹാര രാജസ ശ്രേഷ്ഠ. ലോകസുഖ തൃഷ്ണയും അതിനുവേണ്ട കർമ്മങ്ങളുമാണ് രജോ ഗുണ ലക്ഷണം. രജോ ഗുണികൾക്ക് എന്താണ്? കർമ്മനിരതർ, എപ്പോഴും വർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയാണ്? ഭോഗം, കൂടുതൽ ഭോഗങ്ങൾ ഉണ്ടാവാൻ, കൂടുതൽ ലൗകിക ഭോഗങ്ങൾ, ഭൗതിക സുഖങ്ങൾ, അതിനു വേണ്ടിയാണ് പായുന്നത്. അല്ലാതെ മനസ്സിനും ആത്മാവിനും ഉണർവോ അല്ലെങ്കിൽ ഈശ്വരനെ അറിയണോ അതിനൊന്നും അല്ല അവർ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ പ്രവൃത്തി മുഴുവനും ഈ ലോഭ തൃഷ്ണ, അതായത് ഭൗതിക ഭോഗങ്ങൾക്ക് അനുഭവിക്കുവാനുള്ള അതിനു വേണ്ടിയിട്ടുള്ള വർക്ക് ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. അത് ദൂരവീക്ഷണവും സത്യാന്വേഷണവും രജോ ഗുണിക്ക് ഉണ്ടാവില്ല. ദൂരവീക്ഷണം എന്ന് വെച്ചാൽ ഭാവിയിലെ പറ്റിയ നോട്ടമൊന്നുമില്ല. അതുപോലെ സത്യാന്വേഷണം, ഈശ്വരനെ അന്വേഷിക്കണം എന്നുള്ള ആഗ്രഹവുമില്ല. അത് നിമിത്തം ഇന്ദ്രിയ വിഷയ സംയോഗം ഉണ്ടാകുന്ന താൽക്കാലിക സുഖങ്ങളിലായിരിക്കും ശ്രദ്ധ.
അത്തരം സുഖങ്ങൾ ഭാവിയിൽ മനസ്സിനെയും ശരീരത്തെയും എങ്ങനെ ബാധിക്കുമെന്ന കാര്യം അവർ ശ്രദ്ധിക്കുകയില്ല. കണ്ടമാനം ഓവർ ഫീഡിങ്, കണ്ടമാനം ഒരുപാട് തരത്തിലുള്ള എന്റർടൈൻമെന്റ്സ്, ഡാൻസും പാട്ടും കൂത്തും ടിവിയും അതും ഇതും എല്ലാം കണ്ടമാനം കാണും. അപ്പൊ താൽക്കാലികമായിട്ട് സുഖം ഉണ്ടാവും, പക്ഷെ ഭാവിയിൽ അതെന്താണ് ഉണ്ടാവുന്ന അവർ ചിന്തിക്കുന്നില്ല. ആ താൽക്കാലിക സുഖം മാത്രമാണ് അവർ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇന്ദ്രിയങ്ങളിൽ വെച്ച് ഏറ്റവും പ്രബലമായ ഇന്ദ്രിയമാണ് രസന. രസനയെ ജയിച്ചാൽ മറ്റെല്ലാം ജയിച്ചതായി കരുതാമെന്നാണ് സത്യദർശികൾ പറയുന്നത്. രണ്ട് വിധത്തിലും രസനയെ ജയിക്കുക വെച്ചാൽ രസന കൊണ്ടാണ് നമ്മൾ നാക്ക് നമ്മുടെ പിന്നെ നമ്മൾ വർത്തമാനം പറയുന്നത്. അതുപോലെ രസനയാണ് നമുക്ക് സ്വാദ് അറിയിക്കുന്നത്. അപ്പം നമ്മുടെ സ്വാദും നമ്മുടെ ഭാഷയും നമ്മുടെ വർത്തമാനവും ചുരുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ നന്നായിട്ട് ജീവിക്കാൻ പറ്റും. ഇത് രണ്ടുമാണ് നമ്മൾക്ക് എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നത്. നമുക്ക് ശത്രുക്കൾ ഉണ്ടാക്കുന്നതും നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ ഈ രസന കൊണ്ടാണ്. രസനയിലെ കണ്ടമാനം സ്വാദിന്റെ പുറകെ പോയി അതും ഇതുമൊക്കെ വലിച്ചു വാരി തിന്ന് ശരീരത്തിന് അസുഖം ഉണ്ടാക്കും. അതും ഇതുമൊക്കെ പറഞ്ഞും പിന്നെ പരദൂഷണം പറഞ്ഞും മറ്റുള്ളവരെ ദുഷിച്ചും മറ്റുള്ളവരോട് ദേഷിച്ചും ഒക്കെ വർത്തമാനം പറയുന്നതുകൊണ്ട് ശത്രുക്കൾ ഉണ്ടാവും. അപ്പൊ രണ്ട് തരത്തിലും നമുക്ക് ശത്രുക്കളെ ഉണ്ടാക്കാനും അതുപോലെ അസുഖങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് പാത്രമാകാൻ കാരണം ഈ രസനയ്ക്ക് അടിമപ്പെടുന്നതുകൊണ്ടാണ്. സത്യദർശികൾ ഒരിക്കലും രസനയ്ക്ക് അടിമപ്പെടില്ല, പക്ഷേ രജോ ഗുണികൾ രസനയ്ക്ക് അടിമപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് മനസ്സ് സദാ ചഞ്ചലമായിരിക്കും. അത് നിമിത്തം ശരീരത്തെയും മനസ്സിനെയും ചൂട് പിടിപ്പിച്ച് ഇളക്കാൻ ഉപകരിക്കുന്ന ഭക്ഷണ സാധനങ്ങളായിരിക്കും അയാൾക്കിഷ്ടം. അതായത് അതിരസമുള്ള മത്സ്യം, മാംസം, ലഹരി പിടിക്കുന്ന സർവ്വതരത്തിലുള്ള പാനീയങ്ങൾ, അതൊക്കെയാണ് അവർക്ക് ഇഷ്ടപ്പെടുക. സസ്യാഹാരം ആണെങ്കിൽ തന്നെ, സസ്യാഹാരമാണ് ഉണ്ടാക്കുന്നതെങ്കിലും അതിൽ നല്ല സാമ്പാറും നല്ല തീയലും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മസാലകൾ ചേർത്ത് അതിനെ എങ്ങനെയൊക്കെ ആ മലക്കറിയെ നാനാവിധമാക്കാം. നമ്മളെല്ലാം അതാണ് ചെയ്യണത് അല്ലേ. അങ്ങനെയാണ് ആ സ്വാദിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട്, അത് തീക്ഷ്ണമായ സ്വാദുകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ രജോ ഗുണപ്രധാനികളായിട്ട് മാറുന്നു. അപ്പൊ സസ്യാഹാരങ്ങളിൽ അങ്ങനെ തന്നെ ചെയ്യും. പിന്നെ ഇത്തരം ഭക്ഷണം കഴിക്കുമ്പോൾ ഇഷ്ടം തോന്നിയാലും അവ ഭക്ഷണത്തിന് ശേഷം ഭക്ഷണം കഴിച്ചു നോക്കാൻ ചിന്തകളെ ബാധിക്കും. രജോ ഗുണി ഭക്ഷണ കാര്യത്തിൽ സമയനിഷ്ഠയും പാലിക്കില്ല. സമയനിഷ്ഠ ഇല്ലാത്തവരുമായിരിക്കും. രാവിലെ ഇഷ്ടമുള്ളപ്പം 10 മണിക്കോ 11 മണിക്കോ ആയിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഉച്ചയ്ക്ക് 2-4 മണിക്കായിരിക്കും ചോറുണ്ണ, അർദ്ധരാത്രി 12 മണിക്കായിരിക്കും ഭക്ഷണം കഴിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യും. അവരുടെ എല്ലാ കാര്യങ്ങളിലും നിഷ്ഠ ഉണ്ടാവില്ല. ആഹാര നീഹാരാദികളിലൊന്നും, അവരുടെ കളിയിലും അവരുടെ കുളിയിലും അവരുടെ ഭക്ഷണത്തിലും ഒന്നും അവരെ ഒരു നിഷ്ഠ പാലിക്കില്ല. അങ്ങനെയാണ് രജോ ഗുണപ്രധാനികളായിട്ടുള്ളവർ. അത് നിമിത്തം എന്തു പറ്റും? അവർക്ക് മനസ്സിന് ഏകാഗ്രത ഉണ്ടാവില്ല. അവരുടെ ചഞ്ചല മനസ്സിലായിരിക്കും, അങ്ങനെയിരിക്കും. ആരംഭകാലത്തിലും സമയനിഷ്ഠയോടുകൂടി സാത്വികാഹാരം പരിശീലിക്കണമെന്നാണ് സത്യദർശികൾ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇനി തമസ് ശ്രദ്ധയുള്ളവർക്കാണെങ്കിലോ അവരുടെ ഭക്ഷണം എങ്ങനെയാണെന്ന് നോക്കാം. യാതയാമം ഗതരസംഭൂതി പരിശ്രുതം ജയത് ഉച്ഛിഷ്ടമമിജാമേഥ്യം ഭോജനം താമസപ്രിയം. ഒരുപാട് പേരുണ്ട്. പഴങ്കഞ്ഞി ഇഷ്ടമാണ്, ഏറ്റവും ഇഷ്ടം പഴങ്കഞ്ഞിയാണ്. തലേ ദിവസം വെള്ളത്തിലിട്ട് ഒരുമാതിരി നൊര വന്ന് പിറ്റേ ദിവസം അത് മീനും കൂട്ടി കപ്പ കൂട്ടി നല്ല കാന്താരിമുളകൊക്കെ ഉടച്ച് അതിന്റെ ഒരു സ്വാദ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ യാതയാമം, ഒരു യാമം കഴിഞ്ഞു, എത്രയോ യാമങ്ങൾ പാകം ചെയ്തിട്ട് ഒരു ദിവസം കഴിഞ്ഞു, ഒരു രാത്രി കഴിഞ്ഞു, ഒരുപാട് സമയം കഴിഞ്ഞിട്ട് ഗതരസം അതിലുണ്ടാക്കിയ സമയത്ത് ഉണ്ടായിരുന്ന, നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിന് നല്ല രസങ്ങൾ ഉണ്ടാവും, നല്ല സ്വാദ് ഉണ്ടാവും, അത് നല്ല ഗുണങ്ങൾ ഉണ്ടാവും. ആ ഗുണങ്ങളൊക്കെ ഈ സമയം പോകും തോറും നഷ്ടപ്പെടുകയാണ്. നമ്മൾ മിക്കവാറും നമ്മൾ ഫ്രിഡ്ജ് വന്ന ശേഷം നമ്മളിൽ 99.5% ആൾക്കാരും ഇങ്ങനത്തെ ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത്. അതിന് ചവറാണ് നമ്മൾ കഴിക്കുന്നത്. ഈ നാച്ചുറോപ്പതീസ് പറയും, പ്രകൃതി അവര് പറയും, നിങ്ങളൊക്കെ ചവറല്ലേ കഴിക്കുന്നത്, ഭക്ഷണമല്ലല്ലോ കഴിക്കുന്നത്. സത്യമാണത്. പക്ഷെ നമ്മൾ സൗകര്യപ്രദത്തിന് അത് തന്നെ കഴിച്ചുകൊണ്ട് പോവാണ്. അതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ നമ്മുടെ നമ്മുടെ മുട്ടുവേദനയും നമ്മുടെ മുട്ട് തേഞ്ഞു പോണതും നമ്മുടെ കൈ തേഞ്ഞു പോണതും ഒക്കെ അതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ്. മനസ്സിലായില്ലേ? തലേനാൾ പാകം ചെയ്തതും ജീർണിച്ചതും മറ്റൊരാൾ ഭക്ഷിച്ചു ബാക്കി വെച്ചതും ശുദ്ധിയില്ലാത്തതും അതൊക്കെയാണ്
അങ്ങനത്തെ ആഹാരമാണ് താമസപ്രിയരായ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക. അതായത് പുളിച്ച കള്ളും വളിച്ച കറിയും അങ്ങനെ സമയം കഴിഞ്ഞിട്ടുള്ളതും കുറച്ച് ദുർഗന്ധം ഉണ്ടെങ്കിലും സാരമില്ല, അതൊക്കെ മാറ്റി. കാരണം മസാലയുടെ ഇതുകൊണ്ട് ആ ദുർഗന്ധമൊക്കെ മാറിപ്പോവും. ദുർഗന്ധമുള്ള മീനും ഇറച്ചി അതും ഇതൊക്കെ ഉള്ള മസാലയൊക്കെ പുരട്ടി അതിനെ അങ്ങനെ അങ്ങനെ മണമുള്ളതാക്കി എടുക്കും. വാസ്തവത്തിൽ മണം ഉണ്ടോ? അതിന്റെ ശരിയായ കാര്യം മാറിപ്പോവില്ലല്ലോ. അത് ജഡശരീരങ്ങളല്ലേ. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ 5-6 ദിവസം ഫ്രിഡ്ജിലിരുന്ന ഭക്ഷണം, ഇറച്ചി മീനും ഒക്കെയാണ് വിൽക്കുന്നത്. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ മീൻ കഴിക്കുകയായിരുന്നു. അപ്പോൾ കടലിൽ നിന്ന് പിടിച്ചുകൊണ്ട് വരുന്നതാണ് തരുന്നത്. അത്ര ഫ്രഷ് ആയിരിക്കും. പിടയ്ക്കണ മീനൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ദിവസം വെച്ചതും ഫ്രിഡ്ജിൽ വെച്ചതും ഒന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു കാലത്ത്. അതുകൊണ്ട് നമുക്ക് ഹെൽത്തിനും പ്രോബ്ലംസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴെത്ര നമ്മൾ കാണുന്നില്ലേ, കുഴിമന്തി കഴിച്ചിട്ട് മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിഷബാധയൊക്കെ ഉണ്ടാവുന്ന എന്തുകൊണ്ടാ? ഈ താമസിക ഭക്ഷണം ഒരുപാട് ഭക്ഷിക്കുന്നത് കൊണ്ടാണ്. അത് 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 അതുപോലെ തന്നെ ചില ആൾക്കാർ പറയും എനിക്ക് എന്റെ ഭർത്താവിന്റെ പ്ലേറ്റ് കഴിക്കണതാണ് ഇഷ്ടം. മഹാ തെറ്റായ കാര്യമാണ്. ഒരാളുടെ എച്ചിലാണത്. എത്ര സ്നേഹമുണ്ടെങ്കിലും, എൻ്റെ അച്ഛൻ പറയുമായിരുന്നു, എത്ര സ്നേഹമുണ്ടെങ്കിലും ഒരാൾ ഉപയോഗിച്ച തോർത്ത്, ഒരാളുടെ ചീപ്പ്, ഒരാളുടെ പ്ലേറ്റിൽ ഭക്ഷണം ഇതൊന്നും കഴിക്കാൻ പാടില്ല. എച്ചിൽ ഭക്ഷണം ഒന്നും ആരും കഴിക്കാൻ പാടില്ല. പക്ഷെ വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഒരു ഉരുള ചോറ് പോലും ഉരുട്ടി നമുക്ക് നമ്മുടെ പ്ലേറ്റിൽ നിന്ന് തരില്ല, അച്ഛന്റെ പ്ലേറ്റിൽ നിന്ന് എടുത്തിട്ട് തരില്ല. അച്ഛൻ പറയാം അത് എച്ചിലാണ്, അത് കഴിക്കാൻ പാടില്ല. നിങ്ങളുടെ പ്ലേറ്റിൽ നിന്ന് അച്ഛൻ ഉരുട്ടി തരും, അത് വേറെ കാര്യം. അത് അങ്ങനെയൊക്കെ അത്ര നിഷ്ഠയായിരുന്നു. അപ്പൊ നമ്മള് ഇതാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഭേഷജമാണ്. ഭൗതികമായ ശാരീരികമായ കാര്യങ്ങൾക്ക് മുൻനിർത്തിയുള്ള അതൊക്കെ തമസിന്റെയോ അല്ലെങ്കിൽ രജസിന്റെയും, തീക്ഷ്ണമായ രജസിന്റെയും തമസിന്റെയും ഭാവങ്ങളാണ്. അതൊന്നും സ്നേഹമല്ല. സ്നേഹത്തിന് ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. മനസ്സിലായില്ലേ? ശുദ്ധി വേണം, ശുചിത്വം വേണം, എല്ലാ കാര്യങ്ങളും ശുചിത്വം വേണം. ശുചി ഭഗവാൻ ഇനി പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് എങ്ങനെയാണ് ശുചി പാലിക്കേണ്ടതെന്ന്. അപ്പൊ അങ്ങനെ ഒരു തരം പിന്നെ മൃഗത്തിലേക്കുള്ള പതനമാണ് ഇങ്ങനെ. എന്ത് വേണമെന്നോ എന്ത് വേണ്ടെന്നോ ഒന്നും ഒരു നിശ്ചയമില്ല. തൽക്കാലം വിശപ്പുണ്ട്, എന്ത് കിട്ടിയാലും കഴിക്കാം. ഭക്ഷണകാര്യത്തിൽ ഒരു നോട്ടവുമില്ല. കഴിക്കുന്ന ആഹാരം ചീഞ്ഞളിഞ്ഞതോ അശുദ്ധമോ എങ്ങനെയെങ്കിലും തയ്യാറാക്കിയതോ എവിടെ വെച്ച്, നമ്മളൊക്കെ ഇപ്പൊ കുറെ പേര് അങ്ങനെ കഴിക്കുന്നുണ്ട് നമ്മളെല്ലാരും. കാരണം നമ്മളൊക്കെ പുറത്ത് പോയിട്ട് ഫാസ്റ്റ് ഫുഡ് പിന്നെ വഴിയിൽ വെച്ചിരിക്കുന്ന ആളിന്ന് ഉപ്പേരിയൊക്കെ വാങ്ങിച്ചു കഴിക്കുക, അല്ലെങ്കിൽ വട വാങ്ങിച്ചു കഴിക്കും. എങ്ങനെയാ അവരുണ്ടാക്കണേ? ഓടയുടെ മുകളിലാണ് വണ്ടി വെച്ചിരിക്കണേ. ഓടയുടെ മുകളിൽ വണ്ടി വെച്ചിട്ട് അവിടെ നിന്നാണ് ഉണ്ടാക്കണേ. ഒരു പ്ലേറ്റ്, ഒരു ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടാവും, അതിൽ തന്നെ പിന്നെയും പിന്നെയും കഴുകിയിട്ടാണ് പ്ലേറ്റുകൾ തരിക. എന്തൊരു അശുദ്ധമാണെന്ന് ആലോചിച്ച് നോക്കും. അപ്പൊ നമ്മള് ആ താൽക്കാലികമായ ഒരു മണവും ഒരു ചൂടും അത് മാത്രമേ അതിനുള്ളൂ. വടയൊക്കെ വാങ്ങിച്ച് കഴിക്കും എത്രയോ പേര്. അത് എത്ര പേരാണ് നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ സ്ഥിരം കാണാം. തിരുവനന്തപുരത്തൊക്കെ ഓടയുടെ മുകളിലാണ് ഈ ഫാസ്റ്റ് ഫുഡുകാർ വെക്കുന്നത്. അവർക്ക് അതേ സ്ഥലമുള്ളൂ. കാരണം റോഡിലോട്ട് കയറ്റി വെച്ചാൽ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകും. അപ്പൊ റോഡിൽ നിന്ന് വിട്ടു നിൽക്കണം. വിട്ടു നിൽക്കുമ്പോൾ ഓടയാണ്, പിന്നെ എന്ത് ചെയ്യാം? അതുപോലെ ആൾക്കാർ നടക്കുന്നിടത്തും വെക്കാൻ പാടില്ല. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് വെക്കും. അപ്പൊ അവിടുന്ന് ആൾക്കാർ കൂടി നിന്ന് വാങ്ങിക്കുന്ന കാണാം. അപ്പൊ എന്താണ് ഇതിലുള്ളത്? അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, നമുക്ക് ശ്രദ്ധയില്ല. മറ്റൊരാൾ കഴിച്ചു ബാക്കി വന്നതോ തലേ ദിവസത്തതോ എന്തെങ്കിലും ആയാലും മതി. പക്ഷെ അതെല്ലാം ഭക്ഷണം ഡെഡാണ്, ഡെഡ് ഫുഡ്. മരിച്ചുപോയി, ചത്തുപോയ ഭക്ഷണം, ശവശരീരം തന്നെ ആയിപ്പോയി ഭക്ഷണം പോലും. നമ്മൾ നമുക്ക് തന്നെ അറിയാം, സാമ്പാറൊക്കെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിന്റെ സ്വാദേ പോവും. അതിന് ശരിക്കൊരു വളിച്ച് പൊളിച്ച നാറ്റം തന്നെ വരും. എന്നാലും നമ്മൾ അതൊക്കെ മരിച്ച് നല്ല സന്തോഷമായിട്ട് കഴിക്കും. അതെന്തുകൊണ്ടാണ്? ഫ്രിഡ്ജിൽ വെക്കുകയല്ലേ, പിന്നെ എന്താണ്? ഇപ്പൊ എന്തൊക്കെ നമ്മള് മൊത്തം നുണന്ന ന്യായങ്ങളും നമ്മൾ പറയും, ഈ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം. പക്ഷെ ഇതൊക്കെ നമുക്ക് എന്തുണ്ടാക്കുന്നു? നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ ചിന്തകൾക്കും. കാരണം നമ്മളുടെ ഭഗവാൻ എന്താ പറഞ്ഞത്? അഹം വൈശ്വാനരോ ഭൂത്വാ പ്രാണിനാം ജീവമാസ്തുതഃ പ്രാണാപാന സമായുക്ത പചാമ്യന്നം ച. നിങ്ങൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും ഞാൻ ദഹിപ്പിക്കുന്നുണ്ട്. എന്നിട്ടോ അതിലെ സൂക്ഷ്മാംശം, ഓരോ ഭക്ഷണത്തിലെ രസമാണ് ഭഗവാൻ എടുക്കുന്നത്. അതാണ് നമ്മുടെ ബ്ലഡിലേക്ക്. അല്ലാതെ ബ്ലഡിലേക്കൊക്കെ എങ്ങനെയാ കൊടുക്കുക? അതിന്റെ സൂക്ഷ്മാംശം, ആ ഭക്ഷണത്തിലെ ഏറ്റവും സൂക്ഷ്മമായ വിറ്റാമിൻസും അതിന് വേണ്ട പ്രോട്ടീനും അതിലുള്ള എല്ലാ നല്ല കാര്യങ്ങളും ഭഗവാൻ അകത്തിരുന്ന് ദഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ ബ്ലഡിലേക്ക് കൊടുത്തുവിടും. വേണ്ടാത്തൊക്കെ പ്രാണനിലൂടെ അതെങ്ങനെ നമ്മുടെ അടിമുട്ട് മുടി വരെ എല്ലായിടത്തും സഞ്ചരിച്ചോളും. അതുപോലെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഭഗവാൻ മലാശയത്തിലൂടെ പുറത്തേക്ക് തള്ളിക്കളയും, അപാനവായുവിന്റെ ശക്തിയോടുകൂടി. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ നമ്മള്
കൊടുക്കുന്നതേ ചീത്ത ഭക്ഷണമാണെങ്കിൽ ഭഗവാൻ എവിടുന്ന നല്ല രസം നമുക്ക് തരിക? നമ്മൾ എന്ത് കൊടുത്താലും ഭഗവാൻ ദഹിപ്പിക്കും. ഭഗവാൻ അവിടെ ഇരിക്കുകയാണ് ദഹിപ്പിക്കാൻ, വൈശ്വാനരനായിട്ട് ജഠരാഗ്നിയായിട്ട് അവിടെ ഇരിക്കുകയാണ്. ഭഗവാൻ ദഹിപ്പിക്കും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം മോശമാണെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യാൻ പറ്റും? അതിലുള്ള രസം നമുക്ക് തരും. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? രോഗങ്ങൾ ഉണ്ടാവും, ക്യാൻസർ ഉണ്ടാവും, നമുക്ക് നാനാവിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവും. എവിടെ നോക്കിയാലും രോഗങ്ങളല്ലേ ഉള്ളൂ. കാരണം എന്താണ്? കാരണം അന്വേഷിക്കുക, നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ സ്വഭാവം, നമ്മുടെ ബാക്കിയുള്ള കർമ്മങ്ങളുടെ രീതി, അതൊക്കെ ആസുരമോ അല്ലെങ്കിൽ രാജസികമോ അല്ലെങ്കിൽ താമസികമോ ആയതുകൊണ്ടുള്ള ദോഷങ്ങളാണെന്ന് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും. അപ്പം ശ്രദ്ധാഭേദം അനുസരിച്ചുള്ള ആഹാരത്തെ പറ്റിയാണ് ഭഗവാൻ ഇതുവരെ പറഞ്ഞത്. ഇനിയും ഭഗവാൻ പറയാൻ പോണത് യജ്ഞഭേദം. യജ്ഞം എന്ന് വെച്ചാൽ വർക്ക്, നമ്മുടെ കർമ്മങ്ങൾ. അതിനുമുണ്ട് സാത്വികവും രാജസികവും താമസികവും. നമ്മൾ ചെയ്യുന്ന എല്ലാ വർക്കുകളിലും, എല്ലാ ചിന്തകളിലും, എല്ലാ പ്രവൃത്തികളിലും സാത്വികവും രാജസികവും താമസികവും ഉണ്ട്. അതാണ് ഭഗവാൻ ഇനി പറയാം. യജ്ഞം എങ്ങനെയാ? യജ്ഞം എന്ന് വെച്ചാൽ വർക്ക്, നമ്മുടെ പ്രവൃത്തികൾ എങ്ങനെയുള്ളതായിരിക്കണം? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് യജ്ഞം എന്നാണ് പറയുന്നത്. അഫലാകാംക്ഷേർഭിയജ്ഞഃ വിധിദുഷ്ടാദയുജ്യതേ യഷ്ടവ്യമേവേതി മനഃ സമാധായ സാത്വിക. എങ്ങനെയുള്ളവരാണ് സാത്വികമായ യജ്ഞം? അഫലാകാംക്ഷി, ഭഗവാൻ എപ്പോഴും പറയണം, നിഷ്കാമ കർമ്മം, വിശേഷിച്ച് ഭൗതികകാംക്ഷ ഒന്നുമില്ലാതെ, ഫലങ്ങളൊന്നും കാക്ഷിക്കാതെ, യഷ്ടവ്യം ഏവ, യാഗാദി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നു. ഇത് ഈ മനസ്സമാധാനയ എന്ന്, മനസ്സമാധാനത്തിന് എന്ന് നിശ്ചയിച്ചുറപ്പിച്ചുകൊണ്ട്, വിധിദിഷ്ടയജ്ഞ, ഓരോരുത്തർക്കും അവരവർക്ക് വിധിച്ചിട്ടുള്ള സ്വധർമ്മങ്ങൾ അതാണ് അനുഷ്ഠിക്കുന്നത്. സാത്വികരായിട്ടുള്ള എന്താ ചെയ്യുക? മറ്റുള്ളവരുടെ വർക്കൊന്നും ചെയ്യാതെ അവനവനെ ഏൽപ്പിച്ചിരിക്കുന്ന അവനവന്റെ സ്വധർമാനുഷ്ഠാനമാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്. അങ്ങനെ യാഗാദി കർമ്മം ഇജ്യതേ, അനുഷ്ഠിക്കപ്പെടുന്നു എന്ന് വന്നാൽ അതിനെ സാത്വിക യജ്ഞം എന്ന് പറയാം. വിശേഷിച്ച് ഭൗതിക ഒരു യാഗം ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ഗണപതി ഹോമം ചെയ്യാണ്. ഗണപതി ഹോമം നമുക്ക് ചെയ്യാം, രണ്ടു തരത്തിൽ ചെയ്യാം. ഗണപതി ഹോമം ചെയ്യുമ്പോൾ നമുക്ക് ഭഗവാനെ എന്റെ വിഘ്നങ്ങൾ തീർത്ത് തന്നെ, എന്റെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ ഭൗതികമായ ഫലകാംക്ഷയോടുകൂടി നമ്മൾ ചെയ്യാണ്, അല്ലേ? അപ്പൊ അത് സാത്വികമാവില്ല. സാത്വികമാവണേ എന്ത് വേണം? ഭഗവാനെ എനിക്ക് അങ്ങേക്ക് സമർപ്പിക്കുന്നു, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു ഈ യാഗാഗ്നിയിൽ, ഈ ഹോമകുണ്ടത്തിൽ ഞാൻ എന്റെ അഹങ്കാരവും എന്റെ സർവവും സമർപ്പിക്കുന്നു എന്ന ഭാവത്തോടെയാണ് നമ്മൾ യാഗം ഹോമം ചെയ്യുന്നതെങ്കിൽ അത് സാത്വികം. മനസ്സിലായില്ലേ? അപ്പം ഭോഗകാംക്ഷയൊന്നും ഇല്ലാതെ യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതാണെങ്കിൽ ഓരോരുത്തർക്കും അതുപോലെ വിധിച്ചിട്ടുള്ള ഓരോ കർമ്മങ്ങളുണ്ട്, സ്വധർമ്മങ്ങളുണ്ട്. അതൊക്കെയാണ് അനുഷ്ഠിക്കുന്നതെന്ന് വന്നാല് അവർ ചെയ്യുന്ന എല്ലാ യജ്ഞവും എല്ലാ പ്രവൃത്തികളും സാത്വിക ശ്രദ്ധയോടുകൂടിയാണ് ചെയ്യുന്നത്. സാത്വിക, സാത്വികമായ ശ്രദ്ധ എപ്പോഴും സത്യദർശനത്തെ ഉന്നമിക്കുക. അത് എപ്പോഴും ഭഗവാനെയാണത് ഉന്നമിക്കുന്നത്. ഭഗവത് ദർശനം വേണം, ഈശ്വര സാക്ഷാത്കാരം വേണം എന്നുള്ള ഒരു ഭാവത്തോടു കൂടിയാണ് ഏത് കർമ്മവും ചെയ്യുന്നത്. മനസ്സിലായില്ലേ? എല്ലാം ഭഗവാന് പ്ലീസ്, ഭഗവാനെ ദർശിക്കണം, ഭഗവാനെ കാണണം, ഭഗവാന് പ്ലീസിങ് ആവണം, ഭഗവാൻ ഇഷ്ടമാകണം. ഇത് തന്നെയാണ് ഈ സത്വഗുണ പ്രധാനികളുടെ ഒരേ ഒരു ചിന്ത. അപ്പൊ അവർക്ക് അവരുടെ ചിത്തം അപ്പൊ എന്താവും? ചിത്തശുദ്ധി വളരെ ഉണ്ടാവും അവർക്ക്. എന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും ശുദ്ധമായ സത്യത്തെ മാത്രമാണ് അവർ ഓർമ്മിക്കുന്നത്. ശുദ്ധസത്വമായ ഭഗവാനെ തന്നെ മാത്രമാണ് ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അവർ ആരാധന പോലെയാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് സാത്വികന്റെ യാഗാദി കർമ്മങ്ങളെല്ലാം ശുദ്ധമായ ചിത്തശുദ്ധിക്ക് വേണ്ടിയുള്ളതായി തീരും. വിധിച്ചിട്ടുള്ള യാഗാദി കർമ്മങ്ങൾ ചിത്തശുദ്ധിക്കായി അവശ്യം ചെയ്യേണ്ടത് തന്നെ. അവയെ ഭൗതിക ഫലത്തിനൊന്നും തനിക്ക് ആഗ്രഹമില്ല. സാത്വിക ശ്രദ്ധയുള്ള ആളിന്റെ മനോഭാവം ഇതായിരിക്കും. ഇവിടെ യജ്ഞപദത്തിന്റെ താല്പര്യം ഒരുവന്റെ കർമ്മചലനത്തെ മുഴുവൻ ഉൾക്കൊള്ളുവാൻ കരുത്തുള്ളതാണെന്ന് കാണേണ്ടതാണ്. യജ്ഞം എന്ന് പറയുന്നത് എല്ലാ കർമ്മങ്ങളും അതിൽ ഉൾപ്പെടുന്നു. അത് ചെയ്യാനാണ് ഭഗവാൻ ഗീതയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭഗവാൻ എന്താ പറഞ്ഞ, എല്ലാം ഒരു നിമിഷം പോലും അകർമ്മിയായിട്ട് ഇരിക്കാൻ പാടില്ല. എല്ലാവരും കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കണം, അകർമ്മിയായിട്ടിരിക്കാനേ പാടില്ല. പക്ഷെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നിഷ്കാമമായിരിക്കണം, എന്നിൽ സമർപ്പിച്ചുകൊണ്ട് എന്നെ കാണുവാൻ വേണ്ടി സ്വധർമ്മമായിട്ട് എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുമ്പം അതെല്ലാം അനുഷ്ഠിക്കുമ്പോൾ എന്താവും? ഭഗവാൻ നോക്കിക്കോളും, ഭഗവാന്റെ ഉപകരണമാണ് ഞാൻ എന്ന്, അതായത് കർത്തൃത്വബോധമൊന്നുമില്ല, ഭഗവാനാണ് കർത്താവ്, ഞാൻ ഉപകരണം മാത്രം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരാളുടെ കർമ്മത്തില് ഉടനീളം
ഈ മനോഭാവം പ്രകാശിച്ച് കാണാൻ പറ്റും. അതാണ് സാത്വിക കർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ഇനി രാജസികം എങ്ങനെയായിരിക്കും? അഭിസന്ധായതു ഫലം ദംഭാർത്ഥമപി ചൈവയത് യുജ്യതേ ഭരതശ്രേഷ്ഠ തം യജ്ഞം വിധിരാജസം. അല്ലയോ അർജുന, ഫലം അഭിസന്ധായതു, ഭൗതിക ഫലചിന്തയിൽ മനസ്സുറപ്പിച്ചും ദംഭാർത്ഥം അഭിച ഏവ, താൻ വലിയ ധർമ്മിഷ്ഠനാണെന്ന് ലോകത്തെ കാണിക്കുവാൻ വേണ്ടിയും ഇജ്ജതേ യത്, യാഗാദി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത്, തം യജ്ഞം, അങ്ങനെയുള്ള യജ്ഞത്തെയാണ് രാജസം എന്ന് പറയുന്നത്. നമ്മൾ കാണുന്ന ഈ പണക്കാരായ ആൾക്കാരുടെ എല്ലാം പിന്നെ യാഗങ്ങളും പിന്നെ ചിറപ്പുകളും പിന്നെ കിരീടസം, ഒരുപാട് വസ്തുക്കൾ. ഭഗവാൻ എന്തിനാണ് സ്വർണ്ണ കിരീടം, ഭഗവാൻ എന്തിനാണ് ഇതൊക്കെ, അതൊന്നും ആലോചിക്കാനുള്ള ബുദ്ധിയില്ല. ഒരിക്കൽ പിന്നെ തിരുപ്പതി ആണല്ലോ ഏറ്റവും വലിയ പണക്കാര്. അപ്പൊ തിരുപ്പതി മുഴുവൻ, തിരുപ്പതി ഭഗവാനെ തന്നെ കൊണ്ടുവന്ന ഒരിക്കല് അവരെല്ലാ പണ്ഡിതന്മാരും അവർക്ക് സ്വർപ്പദർശനം കിട്ടി. ഭഗവാൻ അവിടെ അകത്ത് പിന്നെ ശ്രീകോവിലിനകത്ത് സത്യസായിബാബയെ അവർ കണ്ടു. അതുകൊണ്ട് അവര് ഭഗവാനെ കാണാനായിട്ട് ഇവിടെ വന്നു. തിരുപ്പതിയിലെ പിന്നെ മൂർത്തിയുടെ ഇതും കൂടെ കൊണ്ടുവന്നിട്ടാണ്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും, എത്ര പണമാണ് അവർക്കുള്ളത്, എന്തെല്ലാം ചെയ്യാൻ പറ്റും, പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല. ഭഗവാൻ ചെയ്യുന്ന പോലെ സ്കൂളോ കോളേജോ ഹോസ്പിറ്റലോ ഒന്നും ഇല്ല, ഫ്രീ ആയിട്ടൊന്നും അവർ ചെയ്യുന്നില്ല. അപ്പൊ അതുപോലെ പിന്നെ രാജസപ്രധാനമായിട്ടുള്ളവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, പക്ഷെ എല്ലാം മറ്റുള്ളവരെ കാണിക്കാനും കൂടെയാണ്. എന്റെ സാമർഥ്യം കണ്ടോ, ഞാൻ എന്ത് പണക്കാരനാണ്, എത്ര വലിയ കിരീടമാണ് ഭഗവാന് കൊടുത്തത്, എത്ര വലിയ കാറാണ് ഭഗവാന് കൊടുത്തത്, എത്ര വലിയ ആനയാണ് ഭഗവാന് കൊടുത്തത്. ഭഗവാൻ എന്തിന് ആന, ഭഗവാൻ എന്തിന് കിരീടം? ഇതെല്ലാം ഒരിക്കലും ഗുരുവായൂരിലെ ആനയോട്ടം വരാൻ കാരണം എന്താ? ഒരിക്കല് ഗുരുവായൂരപ്പന് പിന്നെ ആനയെ അയച്ചു കൊടുക്കുന്ന വൈക്കത്തുനിന്ന് മറ്റോ ആണെന്ന് തോന്നുന്നു. അവിടുന്ന് അവര് വിലക്കും. അവര് പറയും ഞങ്ങൾക്ക് ആനയെ തരാൻ പറ്റില്ല എന്ന് പറയും. ആനയെ അയക്കൂല എന്ന് പറഞ്ഞു. പക്ഷേ ഭഗവാന്റെ ഇവിടെ എഴുന്നള്ളത്തിന് സമയമായപ്പോഴത്തേക്ക് ആനകൾ ഓട്ടം. ആനകൾ ആരും പറഞ്ഞിട്ടല്ല, അവര് പാപ്പാമാരെയൊക്കെ തള്ളി നീക്കിയിട്ട് ആനകളെല്ലാം ഓടി ഗുരുവായൂരെത്തും. അങ്ങനെയാണ് ഈ ആനയോട്ടം തുടങ്ങിയത്. ഞാനത് ചുരുക്കി പറയുകയാണ്, എൻ്റെ കഥ മുഴുവനല്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് വിലക്കി ഭഗവാനെ. അതുകൊണ്ടാണ് അവരെല്ലാ ആനകളും ഓടി ഓടി ഗുരുവായൂരെത്തി അവർ ഭഗവാന്റെ തിടമ്പേറ്റുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ആനയോട്ടം എന്നുള്ള ഒരു ആദ്യമായിട്ട്, ഉത്സവത്തിന് മുമ്പേ തന്നെ ആനയോട്ടം തുടങ്ങുമല്ലോ, അതാണല്ലോ ആദ്യത്തെ ചടങ്ങ്. അങ്ങനെ ചെയ്യുന്നു. അപ്പൊ ലോകത്തിനെ കാണിക്കാൻ വേണ്ടിയും താൻ ധർമ്മിഷ്ഠനാണെന്ന് ഭാവിച്ചുകൊണ്ടും തന്നെ എത്ര മിടുക്കനാണ്, വലിയ ആളാണെന്നുള്ള ഭാവത്തോടു കൂടി അനുഷ്ഠിക്കുന്ന യജ്ഞങ്ങളൊക്കെ, എല്ലാ യജ്ഞങ്ങളും എവിടെ ചെയ്താലും, അമ്പലത്തിൽ മാത്രമല്ല, വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും സമിതിയിലാണെങ്കിലും ഇങ്ങനെ ഈ ഭാവത്തോടു കൂടി വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടില്ലേ. അവരെല്ലാവരും തന്നെ രാജസന്മാർ. തം യജ്ഞം വിദ്ധി രാജസം. രജോ ഗുണം കർമ്മബന്ധത്തിന്റെ ഗുണമാണ്. അപ്പൊ ആ കർമ്മം നമ്മളെ ബന്ധിക്കും, മനസ്സിലായില്ലേ? അപ്പൊ നിഷ്കാമ കർമ്മമാണ് സത്വഗുണം. ബന്ധിക്കുന്ന കർമ്മമാണ് രജോ ഗുണം. രാഗവും തൃഷ്ണയുമാണ് അതിന്റെ പ്രകട രൂപം. അതായത് മമത, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് നമുക്ക് വലിയ മമതയാണ്. ഞാനാണ് ചെയ്യുന്നത്, എന്റേതാണ്, എന്റെ സാമർഥ്യം കണ്ടോ. തൃഷ്ണ, അതിൽ നിന്നുള്ള കീർത്തി കിട്ടാനുള്ള ആഗ്രഹം, അതാണ് തൃഷ്ണ. ഭൗതിക ചിന്തയും സ്ഥാനമാനങ്ങളും പേരും പെരുമയും ഒക്കെയാണ് ഈ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും ലക്ഷ്യം. എല്ലാം ദാനമാണെങ്കിൽ എന്ത് തന്നെ, ഒരുപാട് പേര് നമ്മുടെ സൊസൈറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതൊന്നും ആഗ്രഹിക്കാതെ ചെയ്യുന്നവരും ഉണ്ട്. ഇന്നലെ തന്നെ ഒരു കുടുംബം, അങ്കമാലിയിലെ മറ്റോ ഒരു കുടുംബം 60 സെന്റ് സ്ഥലം ഭാര്യയും ഭർത്താവും കൂടെ സേവാഭാരതിക്ക് എഴുതി കൊടുത്തു. കാരണം അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ട് വെറുതെ എഴുതി കൊടുത്തു. അവർക്ക് യാതൊരു തരത്തിലുള്ള ഇതും വേണ്ട, പബ്ലിസിറ്റി ഒന്നും വേണ്ട, പക്ഷെ മര്യാദയുടെ പേരിൽ അവര് ഒരു ചെറിയ പടം ഇട്ടിട്ട് അതിട്ടു. അങ്ങനെ എത്ര പേര് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. നമ്മുടെ തന്നെ കാസർഗോഡ് ഒരമ്മ നമുക്ക് ഏക്കർ കണക്കിന് 4 ഏക്കറോ 5 ഏക്കറോ സ്ഥലമാണ് സമിതിക്ക് വേണ്ടി തന്നിരിക്കണം. നമ്മളുടെ സമിതിയല്ല, നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി തന്നിരിക്കുന്നത്. വെറുതെ എങ്കിലും തന്നിരിക്കുകയാണ്, മനസ്സിലായില്ല. ഒന്നും അവർക്ക് ആവശ്യമില്ല, ഒരു രൂപ പോലും അതിൽ ആവശ്യമില്ല. അങ്ങനെയൊക്കെയുള്ള ശ്രേഷ്ഠമായ സത്യഗുണമുള്ള വളരെ ശ്രേഷ്ഠരായ ദാനം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അങ്ങനെ അല്ലാത്തവരുമുണ്ട്, എല്ലാം കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ കാണിക്കാനും ഭഗവാനെ തന്നെ കാണിക്കാനും. ഇന്നലെ പറഞ്ഞ കഥ പോലെ എല്ലാത്തിലും പേരെഴുതി വയ്ക്കും, എന്റെ വക എഴുതി വെക്കുന്നത്. അങ്ങനെയാണ് രജസന്മാരുടെ ലക്ഷ്യം.
താൻ വലിയ ധർമ്മിഷ്ഠനാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തി കഴിയുന്നതാണ് ദമ്പം. ഇവിടെയും യജ്ഞം എന്നുള്ളത് കൊണ്ട് വ്യക്തിയുടെ ദൈനംദിന കർമ്മചലനം പോലും നമുക്ക് അർത്ഥമാക്കാം. സ്വാർത്ഥനിഷ്ഠമായ ഇത്തരം യജ്ഞങ്ങളോ കർമാനുഷ്ഠമോ സത്യാന്വേഷണത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് ഒരു ഒരു അര സ്റ്റെപ്പ് പോലും നമ്മളെ കൊണ്ടുപോവില്ല. എന്തൊക്കെ നമ്മൾ ചെയ്താലും, തീർത്ഥയാത്ര ചെയ്താലും, നമ്മൾ ചിറപ്പുകൾ ചെയ്താലും, നമ്മൾ വിളക്ക് മുഴുവൻ കത്തിച്ച് ഗുരുവായൂർ അലങ്കരിച്ചാലും, ശബരിമല മുഴുവൻ സ്വർണം പൂശിയാലും ഒന്നും കാര്യമില്ല. ഒന്നും ഭഗവാന്റെ അടുത്തേക്ക് ഒരു അടി പോലും വെക്കാൻ നമ്മളെ സഹായിക്കില്ല. എന്തുകൊണ്ട്? നമ്മുടെ മനസ്സിന്റെ ഭാവം രാജസമാണെങ്കിൽ നമ്മൾ ഒരു അടി പോലും ഭഗവാന്റെ അടുത്തേക്ക് പോവില്ല. ഭഗവാൻ ഇതൊന്നും വേണ്ട. എല്ലാത്തിന്റെയും ഉടമയായ ഭഗവാൻ എന്തിനാണ് സ്വർണം? ഭഗവാൻ എന്തിനാണ് കാറോ വീടോ എന്ത് തന്നെയും? ഭഗവാൻ എന്തിനാണ്? ഭഗവാനല്ലേ അതിന്റെയൊക്കെ ഉടമസ്ഥൻ. ഈ ലോകത്തുള്ള സർവ്വതിന്റെയും ഉടമസ്ഥനായ ഒരാൾക്ക് നമ്മൾ എന്തിനാ കൊണ്ട് കൊടുക്കുന്നത്? അതാണ് അതിന്റെ കാര്യം. ഇനിയും താമസ ശ്രദ്ധയുള്ളവരുടെ കാര്യം പറയാണ്. വിധിഹീനമസുഷ്ടാനം മന്ത്രഹീനമദക്ഷിണം ശ്രദ്ധാവിരഹിതം യജ്ഞം താമസം പരിചക്ഷതേ. വിധിഹീനം, യാതൊരു ശാസ്ത്രവിധികളും നോക്കാതെ തോന്നിയ വാസം, ഇഷ്ടം പോലെ നിയമങ്ങളൊന്നും അനുസരിക്കാതെയും, അസൃഷ്ടാനം, അന്നദാനമാണ് മഹാദാനം എന്ന് പറയുന്നു. പക്ഷെ ആ അന്നദാനം നടത്തിയാൽ ഒരാൾക്ക് പോലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കില്ല. മന്ത്രഹീനം, അതായത് ഈശ്വരനാമം ഒന്നും ഉച്ചരിക്കില്ല. ഒരാൾക്കൊരു ഭക്ഷണം കൊടുക്കുമ്പോൾ സൈറാം എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോ മന്ത്രോച്ചാരണമായി അന്നദാനവുമായി, മന്ത്രദാനവുമായി അന്നദാനവുമായി. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ഹരിയോം എന്ന് പറഞ്ഞ എന്ത് പറഞ്ഞിട്ട് കൊടുത്താലും, ഭഗവാന്റെ ഏത് നമഃശിവായ, ശിവശക്തി, ഗണപതിയെ എന്ത് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്താലും ഭഗവാന്റെ നാമോച്ചാരണത്തോടെ നമ്മൾ കൊടുക്കുമ്പം അത് മന്ത്രത്തോടെ മന്ത്രശുദ്ധി ഉണ്ടായി, പദാർത്ഥ ശുദ്ധി ഉണ്ടായി. ഇവിടെയോ മന്ത്രഹീനം, ഒരു ഓർമ്മയൊന്നുമില്ല, ഈശ്വരനാമം ഉച്ചരിക്കാതെ, അദക്ഷിണം. നമുക്കൊരു കാര്യം, ഇപ്പൊ നമ്മൾ പൂജാരിമാർക്ക് ഒരുപാട് പേര് കംപ്ലൈന്റ് വരും, നമ്മൾ 10 രൂപ കൊടുത്താൽ നമുക്ക് ഇലയിൽ ഇത് തരും, നമ്മൾ 1 രൂപ കൊടുത്താൽ കയ്യിലിട്ട് തരും പ്രസാദം എന്നൊക്കെ പറയും. നമ്മളത് നോക്കേണ്ട കാര്യമില്ല. കാരണം അതിന്റെ ഫലം അങ്ങേർക്ക് കിട്ടും. നമ്മൾ ചെയ്യേണ്ട, ദക്ഷിണ കൊടുക്കാതെ നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല. കാരണം നമ്മൾ ദക്ഷിണയ്ക്ക് എന്തിനാ കൊടുക്കുന്ന കാരണം എന്ന് വെച്ചാൽ അതൊരു ദാനമാണ്. ഭഗവാന് ഒരു നാടിന്റെ ഐശ്വര്യമാണ് ഒരമ്പലം ഒരു നാടിന്റെ ഐശ്വര്യമാണ്. ആ ഐശ്വര്യത്തിന് വേണ്ടി ഒരു വ്യക്തി, ശമ്പളം കിട്ടിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ, അദ്ദേഹം രാവിലെ 3 മണി തൊട്ട് രാത്രി 10 മണി വരെ ആ ഇരുൾ നിറഞ്ഞ മുറിക്കകത്ത് വിളക്കുകളുടെയൊക്കെ ചുറ്റുമിരുന്ന് എത്രയോ കർമ്മങ്ങളാണ് ചെയ്യുന്നത്. ഭഗവത് സേവ ചെയ്യുന്നു. അപ്പൊ അദ്ദേഹം ചെയ്യുന്ന ഭഗവത് സേവയിൽ നിന്ന് ഒരു ശകലം നമ്മൾക്കും കൂടെ കിട്ടണം. അത് കിട്ടുന്നതന്നെ അദ്ദേഹത്തിന് ദക്ഷിണ കൊടുക്കണം. ഇപ്പൊ നമ്മളൊരു അർച്ചന എടുത്താലും ഇല്ലെങ്കിൽ നമുക്ക് ദക്ഷിണ കൊടുക്കാം. അർച്ചന എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പേരിൽ അദ്ദേഹം പൂജ ചെയ്യുകയാണ്. അദ്ദേഹം പൂജ ചെയ്യുമ്പോൾ നമ്മുടെ പേര് ഉച്ചരിച്ച് പൂജ ചെയ്യുമ്പോൾ നമ്മൾ ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ നമുക്ക് അത് കിട്ടില്ല, അതിന്റെ ഫലം കിട്ടില്ല. അദ്ദേഹത്തിന് കിട്ടും, അദ്ദേഹം അല്ലേ പൂജ ചെയ്തത്. ദക്ഷിണ കൊടുക്കുമ്പം അദ്ദേഹത്തിന്റെ ആ പൂജയുടെ പങ്ക് നമുക്ക് ഭഗവാൻ തരും. അതാണ് അദക്ഷിണം. താമസന്മാര് അവരാണ് ഈ പറയണത്, അയാൾക്ക് ദക്ഷിണ കൊടുത്തില്ലെങ്കിൽ അയാളൊന്നും ചെയ്യില്ല, ഇങ്ങനെയൊക്കെ പറയണ എത്ര പേരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അപ്പം അദക്ഷിണം, ശ്രദ്ധാവിരഹിതം യജ്ഞം, ശ്രദ്ധേയില്ല, യാതൊരു ഭക്തിയുമില്ല, വിശ്വാസവുമില്ല, ഒരു ഗുരുവിന്റെ പിന്നെ ഉപദേശമില്ല, ഒന്നുമില്ലാതെ, ഈശ്വര വിശ്വാസം ഒന്നുമില്ലാതെ എല്ലാരും ചെയ്യണു ഞാനും ചെയ്യണു എന്ന് പറഞ്ഞ് ചെയ്യുന്നത് മാതിരി ചെയ്യുന്ന യാഗാദി കർമ്മങ്ങളും എല്ലാം താമസമാണ്. പരിചക്ഷതേ, താമസം പരിചക്ഷതേ. മോഹത്തിന്റെ ഗുണമാണ് തമസ്. സ്വാർത്ഥലാഭത്താൽ പോലും ഒരു നിയമമനുസരിച്ച് പ്രവർത്തിക്കാനുള്ള വിവേകം തമോ ഗുണിക്ക് ഉണ്ടായിരിക്കില്ല. അയാൾക്ക് സ്വാർത്ഥലാഭത്തിന് പോലും അയാൾക്ക് വിവേകം ഉണ്ടാവില്ല. ശാസ്ത്ര നിയമങ്ങൾ അറിഞ്ഞിരുന്നാലും അതൊന്നും ചെയ്യില്ല. അറിയാം, പക്ഷെ ചെയ്യൂല. പരകാര്യം സ്വകാര്യത്തിന് വേണ്ടി പോലും തമോ ഗുണിക്ക് പ്രസക്തമല്ല. മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു കാര്യവും ചെയ്യില്ല. അതുകൊണ്ട് അന്നദാനമോ ദക്ഷിണയോ ഒന്നും തമോ ഗുണിയുടെ ചിന്തയിൽ പോലും പെടുന്ന കാര്യങ്ങളല്ല. മോഹബദ്ധമായ മനസ്സ് ഈശ്വരവിശ്വാസം പുലർത്താൻ കഴിവില്ലാത്തതായി തീരുന്നു. ഈ മോഹത്തിലും മായാമോഹത്തിൽ കിടന്ന് നൊരയുന്ന അയാളുടെ മനസ്സിന് ഈശ്വരൻ എന്നൊരു കാര്യമേ ഓർമ്മയുണ്ടാവില്ല. അങ്ങനെയാണ്. പിന്നെ ഈശ്വരജനങ്ങളായ പൂജാതികർമ്മങ്ങൾ പോലും തൻകാര്യം നടക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്ത് വല്ല പ്രകാരത്തിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നു. താമസി ശ്രദ്ധയുള്ള ആളിന്റെ കർമ്മമണ്ഡലം മുഴുവൻ, അയാൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും, രാവിലെ തൊട്ട് വൈകുന്നേരം വരുന്ന എല്ലാ പ്രവൃത്തികളിലും ഈ സ്വാർത്ഥത കാണാം.
ഈ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയാണ് അയാൾ എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പം ഓരോ ഗുണത്തിനും എത്രമാത്രം സ്വാധീനമുണ്ട്. അപ്പം ഒരു സത്വഗുണമായാലും രജോ ഗുണമായാലും തമോ ഗുണമായാലും നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് നമ്മൾ അനുസരിക്കണം. പിന്നെ സൗഭാഗ്യം എന്താ പറയാൻ പോണത് ഇനി? ശ്രദ്ധാവേദം അനുസരിച്ച് ആദ്യം തന്നെ 3 വിധം തപസ്സിനെ കുറിച്ച് ഭഗവാൻ പറയുകയാണ്. തപസ് കൊണ്ട് 3 വിധം, മനസ്സിലായില്ലേ? എന്തൊക്കെ തപസ്സുകളാണെന്ന് ആദ്യം പറയും, പിന്നെ അതിന്റെ ഗുണങ്ങൾ എങ്ങനെയാണെന്ന് പറയും. ആദ്യം 3 തരം തപസ്സിനെ, ത്രിവിധ തപസ്, അതിനെപ്പറ്റി പറയും. അത് ശാരീരികം, മാനസികം, പിന്നെ വാങ്മയം എന്ന് 3 തപസ്സാണുള്ളത്. ശാരീരികമായ തപസ്, വാങ്മയ തപസ്, വാക്കുകൊണ്ടുള്ള തപസ്, പിന്നെ മനസ്സുകൊണ്ടുള്ള തപസ്. ഇങ്ങനെ 3 തരം തപസ്സാണ് നമ്മൾ ചെയ്യേണ്ടത്. തപസ് എന്ന് വെച്ചാൽ ശുദ്ധമായ തപസ്സിന്റെ സാമാന്യ രൂപമാണ് ഭഗവാൻ പറയാൻ പോണത്. മൂന്ന് ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ പറഞ്ഞു തരും. ദേവദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം ശൗചമാർജവം ബ്രഹ്മചര്യം അഹിംസ ച ശാരീരം തപ ഉച്യതേ. ശാരീര തപസ്സിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള എന്താണ്? ദേവ ദ്വിജ ഗുരു പ്രാജ്ഞ പൂജനം. ദേവനെയും ബ്രഹ്മജ്ഞാനികളാണ്. ദ്വിജ എന്ന് പറഞ്ഞാൽ രണ്ടാമത് ജനിച്ചവരാണ് ബ്രാഹ്മണർ നമ്മൾ പറയില്ലേ. അപ്പം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ശരിയായ അർത്ഥം എന്താണ്? ബ്രഹ്മജ്ഞാനം ലഭിച്ചവരാണ് ബ്രാഹ്മണൻ. അപ്പൊ ദ്വിജ എന്ന് പറയുമ്പോൾ അവര് 2 പ്രാവശ്യം ജനിച്ചു എന്നാണ്. അതായത് ആദ്യത്തെ എല്ലാവരും ആദ്യം ജനിക്കുമ്പം പിന്നെ ഭഗവാൻ തന്നെ പറഞ്ഞു, എല്ലാവരും ആദ്യം ജനിക്കുമ്പോൾ ശൂദ്രരായിട്ടാണ് ജനിക്കുന്നത്. പിന്നെ കർമ്മം കൊണ്ട് അവർക്ക് ഈ മന്ത്രദീക്ഷ കിട്ടി ഉപനയനം ചെയ്യുമ്പോഴാണ് അവര് ദ്വിജനായി മാറുന്നത്. രണ്ടാമത്തെ ജന്മം, അത് കഴിഞ്ഞിട്ടാണ് അവര് ബ്രാഹ്മണനാകുന്നത്. അത് എത്ര നിഷ്ഠയോടുകൂടി ചെയ്ത് ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടിയുള്ള വർക്കുകൾ ചെയ്യുമ്പോഴാണ് അവർ ബ്രാഹ്മണരായി തീരുന്നത്. അപ്പം അങ്ങനെയുള്ള ദേവന്മാർ, ബ്രഹ്മജ്ഞാനികൾ, ഗുരുക്കന്മാർ, പണ്ഡിതന്മാർ, ഇവരെയൊക്കെ ആദരിച്ച് സൽക്കരിക്കണം. ശൗചം ആർജവം. ശൗചം എന്ന് വെച്ചാൽ നമ്മുടെ ദേഹവും പരിസരങ്ങളും ഒക്കെ ശുദ്ധിയായിട്ട് വെക്കണം. ആർജവം എന്ന് വെച്ചാൽ കപടമില്ലാതെയുള്ള പെരുമാറ്റം, ഉള്ളിലൊന്ന് പുറത്തൊന്ന്, അങ്ങനെ ഒരിക്കലും പെരുമാറാൻ പാടില്ല. കാപട്യമില്ലാത്ത പെരുമാറ്റം. ബ്രഹ്മചര്യം എന്ന് വെച്ചാല് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതാണ് ബ്രഹ്മചര്യം. പിന്നെ പരദ്രോഹം, അഹിംസ എന്ന് വെച്ചാൽ യാതൊരു തരത്തിലും പരദ്രോഹം ചെയ്യാതിരിക്കുക. ചിന്ത കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നുകൊണ്ടും നമ്മൾ കർമ്മങ്ങൾ കൊണ്ടോ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിനാണ് ശ്രേഷ്ഠമായ ശാരീരിക തപസ് എന്ന് പറയുന്നത്. ദേവന്മാർ, ബ്രഹ്മജ്ഞാനികൾ, ഗുരുക്കന്മാർ, പണ്ഡിതന്മാർ തുടങ്ങിയവരെ ആദരിച്ച് സൽക്കരിക്കണം. ദേഹം ശുദ്ധമാക്കി വെക്കണം. കപടമില്ലാതെ പെരുമാറണം. പിന്നെ ബ്രഹ്മചര്യം പാലിക്കണം. പരദ്രോഹം ചെയ്യരുത്. എന്നിവ ദേഹം കൊണ്ട് ചെയ്യേണ്ട, ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്സാണ്. അല്ലാതെ നമ്മൾ ഓരോ സ്ഥലത്ത് ഒരുപാട് സമയം കുത്തിയിരുന്നു, ഉപവാസം എടുത്തു, തലകുത്തി നിന്നു, ഇതൊന്നും തപസ്സാവില്ല. തപസ് എന്ന് പറഞ്ഞാൽ ഇതാണ് തപസ്. ഇതാണ് ഉത്കൃഷ്ടമായ ശാരീരിക തപസ്. ശരീരം തപ ഉച്യതേ. ജീവിതം ഒരു തപസ്സാണ്. സത്യം കണ്ടെത്തുകയാണ് തപസ്സിന്റെ പരമലക്ഷ്യം. തപസ്സുകൊണ്ട് ദേഹവും മനസ്സും ബലമുള്ളതായി തീരുന്നു. ബലഹീനൻ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ കഴിയുകയില്ലെന്നാണ് ഉപനിഷത്ത് പ്രഖ്യാപനം. ബലം വേണം, നമുക്ക് എല്ലാത്തിലും ബലം വേണം. നമ്മുടെ ചിന്തയിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, ശരീരത്തിലൊക്കെ ബലമുണ്ടെങ്കിൽ മാത്രമേ ഈശ്വരനെ പ്രാപിക്കാൻ നമുക്ക് പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അത് ആരാ പറയുന്നത്? വേദങ്ങളാണ് പറയുന്നത്. വേദങ്ങളിൽ, ഉപനിഷത്തിലെ പ്രഖ്യാപനമാണത്. അപ്പോൾ ജീവൻ അതിന് കിട്ടിയിരിക്കുന്ന ശരീരം, മനസ്സ്, വാക്ക് എന്നീ ഉപകരണങ്ങളെ, നമ്മുടെ ജീവാത്മാവിന്റെ ഉപകരണങ്ങളാണ് ശരീരം, മനസ്സ്, വാക്ക്. തപസ്സുകൊണ്ട് ബലപ്പെടുത്തിക്കൊണ്ട് സത്യമാർഗത്തിലേക്ക് തിരിച്ചുവിടണം. ദേഹത്തെ തപസ്സുകൊണ്ട് ബലപ്പെടുത്തുന്ന എന്താണ് ഇവിടെ പറഞ്ഞത്? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ആചാര്യ പൂജനമൊക്കെ. ആരാണ് പിന്നെ ദിവ്യത്വം ദർശിക്കാൻ കഴിഞ്ഞ പ്രപഞ്ച പ്രതിഭാസങ്ങളാണ് ദേവന്മാർ. ബ്രഹ്മത്തെ അറിഞ്ഞവരാണ് ബ്രാഹ്മണർ. നല്ല അറിവ് എന്നും പകർന്നു തരുന്നവരാണ് ഗുരുക്കന്മാർ. നല്ല ഏതറിവിലും വൈദഗ്ധ്യമുള്ളവരാണ് പ്രാജ്ഞന്മാർ. ഏതറിവിലും അവർക്ക് എല്ലാം പൂർണ്ണമായ അറിവുണ്ടായിരിക്കും. ഇവരെ ആദരപൂർവ്വം സൽക്കരിക്കുന്നത് കൊണ്ട് ഒരുവന് വിനയവും വിജ്ഞാനവും ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു തപസ്സാണെന്ന് പറയേണ്ടതില്ലല്ലോ. ദേഹശുദ്ധി മനസ്സിന്റെ ഏകാഗ്രതയ്ക്കും ശുദ്ധിക്കും സഹായിക്കുന്നു. അതിനാൽ ഉള്ളിൽ കപടത ഒളിച്ചു വെച്ചുകൊണ്ട് പുറമേ പെരുമാറാനുള്ള ഒരു ഉപകരണമല്ല ദേഹം. ദേഹശുദ്ധി എന്ന് പറയുമ്പോൾ കുളിക്കുന്നതല്ല,
കുളിക്കുന്നതിനല്ല ദേഹശുദ്ധി എന്ന് പറഞ്ഞത്. ദേഹശുദ്ധി എന്ന് പറഞ്ഞാല് ആർജവത്തോടുകൂടിയുള്ള പെരുമാറ്റം, കാപട്യമില്ലാതെ ശരീരം എന്ന ഉപകരണത്തെ ഉപയോഗിക്കുന്നത്, അതിനാണ്. അപ്പോൾ അങ്ങനെ ശീലിച്ചാൽ ക്രമേണ നമുക്ക് എന്ത് പറ്റും? അങ്ങനെ ശരീരത്തിന് ശുദ്ധി ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്ന ചിത്തം ശുദ്ധമാകും. ചിത്തമാണ് ഭഗവാന്റെ വാസസ്ഥലം. അവിടം ചിത്തം കൂടുതൽ ശുദ്ധമായിട്ട് തീരും. ശരീരത്തിന്റെ ഋജുത്വം മൂലം പിന്നെ മനസ്സിനും ഋജുത്വം വെച്ചാൽ നേരെ വാ നേരെ പോ, അതായത് നല്ല ഋജുവായ മാർഗത്തിലൂടെ എന്ന് പറയില്ലേ, നേർവഴിക്ക് സഞ്ചരിക്കുമ്പം മനസ്സും അതുപോലെ ദേഹത്തെ ഫോളോ ചെയ്യും. മനസ്സും ദേഹവും പരസ്പര പൂരകങ്ങളാണ്. ഒന്ന് ചെയ്യുന്ന പോലെ മറ്റൊരു. മനസ്സിന് സുഖമില്ലെങ്കിൽ ശരീരത്തിന് അസുഖം വരും. ശരീരത്തിന് അസുഖമാണെങ്കിൽ മനസ്സുഖം ഉണ്ടാവില്ല. അപ്പൊ രണ്ടും ഒരുപോലെ പരസ്പര പൂരകങ്ങളാണ്, രണ്ടും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഈശ്വരബുദ്ധി വർദ്ധിക്കുമെങ്കിലോ ഇത് എളുപ്പം സാധ്യമാവും. അതുകൊണ്ട് പരദ്രോഹത്തിനോ ഒരു ജീവിക്കും അകാരണമായി വേദന ഉണ്ടാക്കുന്നതിനോ നമ്മുടെ ദേഹം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കരുത്. ഇതാണ് അഹിംസ. ഇതും ഉറച്ച ഈശ്വരബുദ്ധി കൊണ്ടേ നേടാൻ പറ്റും. ഈശ്വരബുദ്ധി എന്ന് വെച്ചാൽ എല്ലായിടത്തും ഈശ്വരനെ കാണുക, എല്ലാവരിലും ഈശ്വരനെ കാണുക, എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരന്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ള അറിവ്, അതാണ് ഈശ്വരബുദ്ധി എന്ന് പറയുന്നത്. ആ ഈശ്വരബുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് അഹിംസയൊക്കെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്വഭാവം, സഹജമായ സ്വഭാവമായിട്ട് തന്നെ തീരും. ഈ ശാരീരികമായ തപസ് മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് ശക്തി കൂട്ടി അവനെ അതിവേഗം, മനസ്സുകൊണ്ടാണ് നമ്മൾ വേഗം ഈശ്വരനെ പ്രാപിക്കുന്നത്. ശരീരം ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മനസ്സിന്റെ ശക്തി കൂട്ടി ഈശ്വരനിലേക്ക് വേഗം എത്തിച്ചേരാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിനാണ് പിന്നെ ശാരീരിക തപസ് എന്ന് പറയുന്നത്. ഇനി വാങ്മയ തപസ് നമുക്ക് ഇപ്പൊ എടുത്താൽ തീരില്ല, അതുകൊണ്ട് അടുത്ത ആഴ്ച എടുക്കാം. വാങ്മയ തപസ് എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന നല്ലൊരു ശ്ലോകമാണ്. അനുദ്വേഗകരം വാക്യം സത്യം പ്രിയഹിതം ചെയ്ത് സ്വാധ്യായാഭ്യസനം ചെയ്വ വാങ്മയം തപ ഉച്യതേ. അനുദ്വേഗകരം വാക്യം, മറ്റുള്ള മനസ്സുകളിലെ ആകാംക്ഷ, ഉദ്വേഗം, എന്ത് പറ്റി ഇങ്ങനെയൊക്കെ ഉള്ള വികാരങ്ങൾ നമ്മൾ ഉണ്ടാക്കരുത്. ഇങ്ങനെയൊക്കെ വികാരങ്ങൾ ഉണ്ടാക്കുന്ന മാതിരി നമ്മൾ സംസാരിക്കുമ്പോൾ ഉദ്വേഗജനകമായ വാർത്തകൾ നമ്മൾ പറയരുത്. അനുദ്വേഗകരമായിരിക്കണം നമ്മുടെ വർത്തമാനം. വാക്യം അനുദ്വേഗ. അതുപോലെ വാക്യത്തിൽ സത്യം ഉണ്ടാകണം, അസത്യവാക്കായിരിക്കരുത്. അതുപോലെ പ്രിയമായിരിക്കണം, നമ്മുടെ വാക്കുകൾ പ്രിയമായിരിക്കണം, ഹിതകരമായിരിക്കണം, പ്രീതി ഉണ്ടാക്കണം, ഹിതമായിരിക്കണം. സ്വാധ്യായാഭ്യസനം ചെയ്യുക. അതുപോലെയോ ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാധ്യായം ചെയ്യണം. സ്വാധ്യായം ചെയ്യുന്ന വെച്ചാൽ ശാസ്ത്ര പുസ്തകങ്ങൾ, കണ്ടമാനമുള്ള നമ്മളിപ്പോ ചെയ്യുന്ന പോലെയുള്ള ഫേസ്ബുക്കിലുള്ള കണ്ടടച്ചാദ്യമൊക്കെ വായിക്കലല്ല. നമ്മൾ സ്വാധ്യായം എന്ന് വെച്ചാൽ നമ്മൾ ശാസ്ത്ര പുസ്തകങ്ങൾ, ഭഗവത്ഗീതയും രാമായണവും ഭാഗവതവും ജ്ഞാനപ്പാനയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് നമ്മുടെ ആ സത്വബുദ്ധി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ നമ്മൾ നാച്ചുറലായിട്ട് സഹജമായിട്ട് നമ്മളുടെ വാക്കുകൾ അനുദ്വേഗകരമാകും, സത്യമാവും, പ്രിയമാവും, ഹിതകരമാവും. അതുകൊണ്ട് സ്വാധ്യായം അഭ്യസിക്കണം. അത് വെറുതെ വരില്ല, മനഃപൂർവ്വമായിട്ട് നമ്മൾ ചെയ്യണം, അഭ്യസിക്കണം. സ്വാധ്യായം പുസ്തകം എടുത്ത് വെച്ചാൽ തന്നെ ഉറങ്ങും, നമുക്ക് ഉറക്കം വരും, ബോറടിക്കും, അയ്യോ എനിക്ക് വായിക്കാൻ വയ്യെന്ന് തോന്നും, ഇതൊക്കെ നമുക്ക് തോന്നാറുണ്ട് അല്ലേ? അപ്പൊ എന്താണ്, സ്വാധ്യായം അഭ്യസിക്കണം. അല്ല, ഇത് അഭ്യസിച്ചേ തീരൂ, ഇത് ചെയ്യണം, ഇത് വായിച്ചേ തീരൂ, നാരായണീയം പഠിച്ചേ തീരൂ, ഭാഗവതം വായിച്ചേ തീരൂ എന്നൊക്കെയുള്ള നിശ്ചയബുദ്ധിയോടുകൂടി, ദൃഢബുദ്ധിയോടുകൂടി നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതിന് അഭ്യസിക്കുക എന്ന് പറയുന്നത്. അഭ്യാസം ചെയ്യുക, ഇതിനാണ് വാങ്മയ തപസ് എന്ന് പറയുന്നത്. വാങ്മയ തപസ് എന്താണ്? അനുദ്വേഗകരം വാക്യം സത്യം പ്രിയം ഹിതം ചെയ്യാം. സ്വാധ്യായ അഭ്യസനം ചൈവ വാങ്മയം തവ ഉച്യതേ. ആരുടെ മനസ്സിനും വികാര വിക്ഷേപം ഉണ്ടാക്കാത്ത വിധത്തിലുള്ളതും സത്യമായതും ഇഷ്ടമുള്ളതും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതുമായ സംഭാഷണം, ഈശ്വരപരങ്ങളായ ഗ്രന്ഥങ്ങളുടെ നിത്യപാരായണം, സ്തോത്രപാരായണം മുതലായും ഇതിനൊക്കെയാണ് സ്വാധ്യായം എന്ന് പറയുന്നത്. അതായത് പുസ്തകങ്ങൾ എപ്പോഴും ഈശ്വരനെ സംബന്ധിച്ചുള്ളതായിരിക്കണം. കാരണം നമ്മുടെ ശ്രദ്ധാബുദ്ധികൾ വർദ്ധിക്കണമെങ്കിൽ ഈശ്വരനെ അറിയണം. ഈശ്വരനെ അറിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും അറിയേണ്ടതില്ല, എല്ലാ അറിവും നമ്മളിലേക്ക് വന്നു ചേർന്നോളൂ. അതുകൊണ്ടാണ് സ്വാധ്യായം ചെയ്യുമ്പോൾ ശാസ്ത്ര പുസ്തകങ്ങൾ വായിക്കണം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ്, അങ്ങനെ ചെയ്യുന്നതിനാണ് വാങ്മയ തപസ് എന്ന് പറയുന്നത്. അപ്പോഴോ മറ്റുള്ളവരുടെ മനസ്സിനെ ശോഭിപ്പിക്കാതെ സംസാരിക്കാൻ ഒരാൾ പാകത നേടുന്നത് വാങ്മയമായ തപസ്സിന് വലിയ ഒരു ഭാഗമാണ്. മറ്റൊരാളുടെ ഹൃദയത്തെ ക്ഷോഭിപ്പിക്കുന്നതുകൊണ്ട് ഒരാൾക്കൊന്നും നേടാനില്ല.
സ്വന്തം മനസ്സിനും അന്യന്റെ മനസ്സിനും മ്ലാനത മാത്രമായിരിക്കും അതിന്റെ പ്രയോജനം. നമ്മളൊരാളെ അപലപിക്കുകയോ തെറ്റായിട്ട് അവരോട് സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ എന്താണ്, അവരുടെ മനസ്സ് മുറിയും. ഈ പറഞ്ഞ നമ്മുടെ മനസ്സും മുറിയും. വേണ്ടായിരുന്നു നമുക്ക് തോന്നും, അയ്യോ പറയണ്ടായിരുന്നു, വേണ്ടായിരുന്നു നമുക്ക് തോന്നും. അപ്പൊ പറഞ്ഞയാൾക്കും സങ്കടമായി, കേട്ടയാൾക്കും സങ്കടമായി, ഇല്ലേ? അതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ടാവില്ല. നമ്മുടെ മനസ്സും അപരന്റെ മനസ്സും മ്ലാനമാവും, ഇല്ലേ? അതിന്റെ പ്രയോജനം അത് മാത്രമാണ്. പലപ്പോഴും സ്വന്തം മനസ്സിന്റെ വികാര വിക്ഷോഭമായിരിക്കും അന്യ മനസ്സിനെ ക്ഷോഭിപ്പിക്കാൻ തക്കമുള്ള സംഭാഷണത്തിന് വക നൽകും. ചിലപ്പോൾ നമ്മള് വളരെ വളരെ നിരാശപ്പെട്ടിട്ടോ സങ്കടപ്പെട്ടിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ ഇരിക്കുന്ന സമയത്താണ് നമ്മൾ നമ്മുടെ കുട്ടികളോടൊക്കെ ഇത് ചെയ്യാറുള്ളതാണ്. അത് വരുമ്പോഴത്തേക്കും മാറിപ്പോ, എനിക്കിപ്പോ സൗകര്യം ഇല്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതിന്റെ കാരണം എന്താണ്? നമ്മളിലെ ക്ഷോഭം അവരിലേക്കും കൂടെ പകർത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ നമ്മള് വാങ്മയ തപസ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും നമ്മുടെ ക്ഷോഭം മറ്റുള്ളവരിലേക്ക് പകരാൻ ഇടവരുത്തില്ല. എങ്ങനെയാണ് നമ്മൾ ആ ക്ഷോഭം കാണിക്കുന്നത്? സ്വരഭേദം, സന്ദർഭഭേദം, ധാർമ്മിക രോഷം, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കടുത്ത വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ ഇടവരും. പക്ഷെ അതുകൊണ്ട് മനസ്സിന്റെ വികാരപ്പെടലിനും പരസ്പര വൈരത്തിനും കവിഞ്ഞ് പ്രയോജനമൊന്നും ഉണ്ടാവുന്നില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റുമോ? ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. പകരം എന്തുണ്ടാവും? നമ്മുടെ മനസ്സും വിക്ഷുബ്ധമാവും, കേട്ട ആളുടെ മനസ്സും വിക്ഷുബ്ധമാവും. അപ്പൊ എന്തുണ്ടാവും? നീരസം ഉണ്ടാവും. നമുക്ക് പരസ്പര നീരസത്തിന് മാത്രമേ അത് വഴിതെളിക്കുകയുള്ളൂ. അതുകൊണ്ട് മനസ്സിന്റെ വികാരപ്പെടലിനും പരസ്പര വിരോധത്തിനും മാത്രമേ അത് കാണുള്ളൂ. അതുകൊണ്ട് സ്വാമി എപ്പോഴും പറയും, ടോക്ക് സോഫ്റ്റ് ആൻഡ് സ്വീറ്റ്. സോഫ്റ്റ്ലി ആൻഡ് സ്വീറ്റ്ലി, മധുരമായിട്ടും മൃദുവായിട്ടും സംസാരിക്കൂ, പതുക്കെ സംസാരിക്കൂ, ഉറക്കെ സംസാരിക്കണ്ട. അങ്ങനെ അഭ്യസിക്കാനാണ് ഭഗവാനും പറയുന്നത്, കൃഷ്ണനും പറയുന്നത്, ശ്രീകൃഷ്ണനും പറയുന്നത്. ശാന്തമായി മൃദുവായി സംസാരിക്കാൻ അഭ്യസിക്കുന്ന ആൾ തനിക്കും ലോകത്തിനും ഉപകരിക്കുന്ന മഹസായ ഒരു തപസ് അനുഷ്ഠിക്കുന്ന ആൾ. അങ്ങനെ ശാന്തമായിട്ടും സൗമ്യമായിട്ടും മധുരമായിട്ടും സംസാരിക്കുന്ന ഒരാളെ മറ്റുള്ളവർ കേൾക്കും. അല്ലാതെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ വിക്ഷുബ്ധമായ മനസ്സോടെ സംസാരിക്കുന്ന ഒരാളെ നമ്മൾ ശ്രദ്ധിക്കില്ല. അവരെന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ ചെവി നമ്മൾ കൊട്ടി അടയ്ക്കും. മനഃപൂർവ്വം കൈകൊണ്ട് അടയ്ക്കൊന്നും വേണ്ട, നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ചെവി അടച്ചു കളയും. അപ്പൊ അവര് പറയണമെന്നും നമ്മൾ കേൾക്കില്ല. അതൊന്നും നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആവില്ല, ഒന്നും നമ്മുടെ മനസ്സിലേക്ക് കയറില്ല. അതുകൊണ്ടാണ് മൃദുവായിട്ടും ശാന്തമായിട്ടും മധുരമായിട്ടും സംസാരിക്കുന്ന ഒരാളെ എല്ലാവരും ശ്രദ്ധിക്കും. അവര് പറയുന്നത് കേൾക്കും, അവര് പറയുന്നത് അനുസരിക്കും. അതുകൊണ്ട് അത് മഹത്തായൊരു തപസ്സാണ്, വാങ്മയ തപ ഉച്യതേ. മനസ്സിലായില്ലേ? അസത്യം പറയാതിരിക്കുക, സത്യം തന്നെ ശ്രോതാവിന് പ്രിയമാ. സത്യം അത് രൂപം തന്നെ ഉണ്ട്. എന്താണ്? സത്യം വദ പ്രിയം വദ, സത്യം ബ്രൂയാത് പ്രിയം ബ്രൂയാത്, നാം ബ്രൂയാ സത്യം അപ്രിയം. സത്യം പറയുക, അത് പ്രിയമായിട്ട് പറയുക. നാം ബ്രൂയാത്, പറയരുത് എന്ത്? സത്യം അപ്രിയം. സത്യമായിരിക്കും പക്ഷെ അപ്രിയ സത്യമായിരിക്കും, അത് നമ്മൾ പറയരുത്. ഒരു കുട്ടി വളരെ മെലിഞ്ഞ്, ഒരു അസുഖമൊക്കെ കഴിഞ്ഞ് വളരെ മെലിഞ്ഞ് വന്ന അവിടെ നമ്മൾ കണ്ട അവിടെ എന്താ, അയ്യോ മോളെ ഒന്ന് ക്ഷീണിച്ചു പോയല്ലോ എന്ന് പറയും. അവളെ കുട്ടി കണ്ണാടി നോക്കി സങ്കടപ്പെട്ടിട്ടാണ് വരുന്നത്, അയ്യോ ഞാൻ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ, നീ ഇപ്പൊ എപ്പോഴാ ശരിയായി എടുക്കുക എന്നൊരു സങ്കടത്തോടു കൂടെയാണ് നമ്മുടെ മുമ്പിൽ വന്നിരുന്നത്. അപ്പൊ നമ്മള് സത്യമാണ് പറഞ്ഞത്, അവള് ക്ഷീണിച്ചു പോയി, പക്ഷെ അത് അപ്രിയ സത്യമാണ്. അത് അവളുടെ മനസ്സിനെ വല്ലാതെ കലുഷമാക്കും, കുറച്ചും കൂടെ സങ്കടം അവൾക്ക് കൊടുക്കും. അങ്ങനെയുള്ള അപ്രിയ സത്യം പറയാൻ ഞാൻ ബ്രൂയാ സത്യം അപ്രിയം. അപ്രിയമായ സത്യം പറയുന്ന ചില സംഗതികളുണ്ട്. ഇപ്പം അമ്മമാർക്ക് പറയേണ്ടി വരും, ഗുരുക്കന്മാർക്ക് പറയേണ്ടി വരും. നമ്മള് അതെപ്പോഴാണ് അറിയോ? ഒരാളുടെ ജീവനോ ഒരാൾക്ക് അപകടം ഉണ്ടാവുമെന്ന് നമുക്ക് തീർച്ചയുള്ള സംഭവങ്ങൾ, നമുക്ക് അപകടം ഉണ്ടാവുന്ന തീർച്ചയുള്ള സന്ദർഭങ്ങൾ, ജീവനോ അയാളുടെ സ്വഭാവത്തിനോ അയാൾക്ക് തന്നെയോ എന്തെങ്കിലും അപകടം ഉണ്ടാവും എന്ന് നമുക്ക് തീർച്ചയുള്ള സമയങ്ങളിൽ അപ്രിയമായ സത്യം പറഞ്ഞ് അയാളെ തിരികെ കൊണ്ടുവരാൻ നമ്മൾ സഹായിക്കണം. അപ്പോഴും മാത്രമേ അപ്രിയ സത്യം പറയാവൂ. അല്ലെങ്കിലോ സത്യം ബ്രൂയാ, സത്യം പറയൂ, മധുരമായി പറയൂ, പ്രിയമായി പറയുന്നതാണ് ഒരു ഉപനിഷത്തിലും പറയുന്നത്. അത് തന്നെ ഭഗവാൻ ഇതിന് ഉപനിഷ സാരമാണല്ലോ, ഭഗവാൻ അത് തന്നെയാണ് പറയുന്നത്. അപ്പം ഒരാൾക്കും ദോഷം വരത്തക്കവണ്ണം ഒന്നും പറഞ്ഞു കേൾപ്പിക്കാതിരിക്കുക, ഇവയെല്ലാം സത്യത്തോട് അടുപ്പിക്കുന്ന വാങ്മയ തപസ്സാണ്. സ്വാധ്യായാഭ്യസനമാണ്. എന്തിനാണ് വാങ്മയ തപസ്സിനെ സഹായിക്കുന്നത്? നമ്മൾ കടച്ച പുസ്തകങ്ങളും നമ്മുടെ ഈ പൊട്ട അവതാരികൾ പറഞ്ഞ പൊട്ട വർത്തമാനങ്ങളും പൊട്ട ന്യൂസുകളും ഒക്കെ കേട്ടാൽ നമ്മൾ എങ്ങനെയാ പ്രതികരിക്കുക? നമ്മൾ അറിയാതെ തന്നെ അൺകോൺഷ്യസ്ലി നമ്മുടെ വാക്കുകളിലൊക്കെ അവരുടെ ഒരു പ്രതിഫലനം ഉണ്ടാവും.
അവരുടെ ആ ഒരു ഒരു സ്വാധീനം നമ്മുടെ വാക്കുകളെ ബാധിക്കും. അതുകൊണ്ട് തന്നെ സ്വാധ്യായ അഭ്യസനം, നല്ല വാക്കുകൾ, നമ്മുടെ ജ്ഞാനപ്പാനയോ ഭഗവത്ഗീതയോ രാമായണയോ ശ്രീരാമന്റെ കഥകളോ അഹല്യാസ്തുതിയോ ഒക്കെ വായിച്ചിട്ട് പോകുന്ന ഒരാൾക്ക് വാക്കുകളിൽ അത്രയധികം മുരടത്തം വരാൻ സാധിക്കില്ല. അതിനാണ് സ്വാധ്യായം ചെയ്യണം എന്ന് പറയുന്നത്. ഈശ്വര കാര്യങ്ങൾ എപ്പോഴും മധുരമായിരിക്കും, പ്രിയമായിരിക്കും, ഹിതകരമായിരിക്കും. അത് നമ്മൾ അഭ്യസിക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ താനേ തന്നെ, നമ്മുടെ വർത്തമാനവും നമ്മുടെ രീതികളും ഒക്കെ തനേ തന്നെ മധുരമായിട്ട് തീരും. നമുക്ക് കടുത്ത വാക്കുകളൊക്കെ ഉച്ചരിക്കാനും അങ്ങനെയൊന്നും നമുക്ക് സാധിക്കില്ല. പതുക്കെ പതുക്കെ അങ്ങനെ നമ്മുടെ പ്രായത്തിനനുസരിച്ച് നമ്മൾ മാറണമല്ലോ. ചെറിയ പ്രായത്തിൽ ഇതൊന്നും അറിയാത്തതുകൊണ്ട് ഒരു പക്ഷെ ചെയ്തിരിക്കാം. പക്ഷെ അത് അങ്ങനെ തന്നെ നിലനിന്നുള്ളതാണെന്ന് ആര് പറഞ്ഞു? മാറ്റം വരണ്ടേ, പരിവർത്തന വിധേയരാവണം. അപ്പോൾ അതൊക്കെ അതിനാണ് സ്വാധ്യായം ചെയ്യണമെന്ന് പറയുന്നത്. ഈശ്വരനാമ സങ്കീർത്തനത്തിൽ ഏർപ്പെടുകയും ഈശ്വരന്റെ പുസ്തകങ്ങളും ശാസ്ത്ര പുസ്തകങ്ങളൊക്കെ വായിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ ജീവിതം ധന്യമായി തീരുന്നതാണ്. വാഗിന്ദ്രിയം എന്താണ്? രസന. ശബ്ദവും വിവേകപൂർവം ഉപയോഗിക്കണം. അതായത് നമ്മുടെ വാക്കും നമ്മുടെ ശബ്ദം കൊണ്ട് നമുക്ക് ഒരുപാട്, ശബ്ദത്തിന് ഭയങ്കര ശക്തിയാണ്. ഒരു പ്രാവശ്യം ഒരു ടീച്ചറിനെ ഒരു ഗുരുവിനെ കാണാൻ ഒരു സ്കൂളില് പിന്നെ ഇൻസ്പെക്ടർ വരികയാണ്. ഇൻസ്പെക്ടർ വരുമ്പം ഒരു ക്ലാസ്സിൽ അദ്ദേഹം കയറാനായിട്ട് പോകുമ്പോൾ അവിടുത്തെ ഗുരു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വാക്കുകൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കണം. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ശബ്ദം നിയന്ത്രിക്കണം. ശബ്ദ നിയന്ത്രണത്തോടുകൂടി നിങ്ങൾ സംസാരിക്കാൻ പഠിക്കണം കുട്ടികളെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുകയാണ്. കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത് ഈ ഇൻസ്പെക്ടർ പുറത്തു നിന്ന് കേട്ടു. അപ്പൊ അദ്ദേഹത്തിന് ഭയങ്കര പുച്ഛം. പിന്നെ സംസാരം കൊണ്ടല്ലേ ഇപ്പൊ ആൾക്കാരും കൊണ്ട് നന്നാവാൻ പോണ, അല്ലെങ്കിൽ പ്രതികരിക്കാൻ പോണ, ഇതൊക്കെ ഇയാൾ എന്താ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇങ്ങനെ ഗുരുവിന്റെ അടുത്ത് നിങ്ങൾ എന്തൊക്കെ വിഡിത്തങ്ങളായി പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം, ഇതിലൊക്കെ വല്ല അർത്ഥമുണ്ടോ എന്ന് പറഞ്ഞു. അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഗുരു പറഞ്ഞു, ഒരു കുട്ടിയെ വിളിച്ചിട്ടുണ്ട്, രാജൻ സ്റ്റാൻഡ് അപ്പ്, ഗോ ബീറ്റ് ദിസ് ഫെലോ എന്ന് പറഞ്ഞു, പുഷ് ഹിം ഔട്ട് എന്ന് പറഞ്ഞു. ഇങ്ങനെ ദേഷ്യത്തിൽ. പെട്ടെന്ന് ഈ ഇൻസ്പെക്ടർ കയറി അങ്ങോട്ട്, നിങ്ങൾ എന്താ പറഞ്ഞേ? എന്നെ പുറത്താക്കാനോ, എന്നെ അടിക്കാനോ? നിങ്ങൾ എന്താ പറഞ്ഞു? ഞാൻ എന്തെങ്കിലും ചെയ്തോ? എന്റെ കുട്ടി എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ലല്ലോ. ഇതാണ് വാക്കിന്റെ ശക്തി, ഇതാണ് ശബ്ദത്തിന്റെ ശക്തി. അത് അങ്ങേക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞു. അങ്ങേരെ ഒന്നും പറഞ്ഞില്ല. അവിടെ നിന്നുകൊണ്ട് സ്റ്റാൻഡപ്പ് രാജൻ, ഗോ ഹിറ്റ് ഹിം ആൻഡ് പുഷ് ഹിം ഔട്ട് എന്നേ പറഞ്ഞതേ ഉള്ളൂ. ആ കുട്ടി എഴുന്നേറ്റില്ല, ഒന്നും ചെയ്തുമില്ല. പക്ഷെ ഇവിടെ ഇൻസ്പെക്ടർ അതിന് പ്രതികരിച്ചു. പറഞ്ഞു, ഇപ്പം അങ്ങേക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞു കൊടുത്തതിന്റെ അർത്ഥം? എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുത്തത് വാക്കുകള് മധുരമായും മൃദുവായും വേണ്ട ശബ്ദത്തിന്റെ ക്രമീകരണത്തോടുകൂടി ഉപയോഗിച്ചില്ലെങ്കിൽ അപകടമുണ്ടാകും. അതുകൊണ്ട് തന്നെ യുദ്ധമുണ്ടാകും. ഇപ്പൊ തന്നെ നിങ്ങൾ എന്നെ അടിച്ചേനെ വേണമെങ്കില്, ഇല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഇൻസ്പെക്ടർക്ക് കാര്യം മനസ്സിലായി. ഇതാണ് നമ്മള് വാക്കുകൾ കൊണ്ട് ശ്രദ്ധിക്കേണ്ടത്. അത് പറഞ്ഞുകൊണ്ട് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ സ്തുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരിനാരായണ. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.